കുട്ടി എഞ്ചിനൊക്കെ അദ്ദേഹം വന്നു. ആ എടുത്തു. ഒരു ചട്ടിയിൽ കുറെ കോൺക്രീറ്റ് എടുത്തോണ്ട് വരൂ. ഈ ഗ്ലാസും കുപ്പിയൊക്കെ അങ്ങ് മാറ്റിയായി. അയാൾ ഏത് തരക്കാരനാണെന്ന് അറിയില്ലല്ലോ. ഇവിടെ വയ്ക്കൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കോൺട്രാക്ടർ പത്മനാഭപിള്ള. സാറ് ചാർജ് എടുത്തതിന് ശേഷം വന്ന് കാണാൻ സാധിച്ചില്ല. ജോലി തിരക്കായിപ്പോയി. സിഗരറ്റ് വേണ്ട, ഞാൻ വലിക്കാറില്ല. സിമന്റ് കുറവുണ്ടല്ലോ. എസ്റ്റിമേറ്റ് പറയുന്ന അനുസരിച്ച് ഏതെങ്കിലും വർക്ക് നടക്കുമോ സാർ? നടക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എല്ലാം അറിയാൻ വയ്യേ. സാർ പുതിയ ആളൊന്നും അല്ലല്ലോ. ഞാൻ പഴയ ആളാണ്. സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വർക്ക് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വർക്ക് നിർത്തിവെക്കൂ. നമുക്ക് സംസാരിക്കാം. സംസാരിക്കാം. പക്ഷേ മിസ്റ്റർ പിള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഡാം ഈ നാട്ടിന്റെ ഹൃദയമാണ്. കനാലുകൾ ഹൃദയത്തിൽ നിന്നുള്ള രക്തധ്വനികൾ പോലെ. മന്ത്രി ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ നിങ്ങൾ ബില്ല് മാറിയതുകൊണ്ടോ ഈ നാട്ടിനോട് നമുക്കുള്ള കടമകൾ അവസാനിക്കുന്നില്ല. നമുക്ക് തലമുറകളോട് കടപ്പാടുണ്ട്. ഡ്രൈവർ, ഈ കോൺക്രീറ്റ് എടുത്ത് ജീപ്പിൽ കൊണ്ടുവയ്ക്കൂ. വർക്ക് നിർത്തിവെക്കാൻ പറഞ്ഞില്ലേ? ഇതുവരെയുള്ള വർക്ക് പരിശോധിച്ചതിന് ശേഷം ഇനി തുടർന്നാൽ മതി. വണ്ടിയുടെ പുറകിൽ ഒരു ചട്ടി കോൺക്രീറ്റ് ഇരിപ്പുണ്ട്. അതെടുത്ത് എന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരൂ. കോൺട്രാക്ടർ പത്മനാഭപിള്ളയുടെ വർക്കിന്റെ ഫയലൊന്നും എടുത്തുകൊണ്ട് വരും. എസ്റ്റിമേറ്റ് തുടങ്ങിയുള്ളത് വേണം. യെസ് സാർ. നമസ്കാരം. നമസ്കാരം. എക്സിക്യൂട്ടീവ് അകത്തില്ലേ? അകത്തുണ്ട്. എന്റെ കാര്യം ഓർമ്മയുണ്ട്. എക്സിക്യൂട്ടീവിനോട് ഞാൻ കാണാൻ വന്നിരിക്കുന്നു, പോയി പറയും. ഓ, സാറിന് അനുവാദം വേണോ? പുതിയ ആളല്ലേ? ആളെങ്ങനെ? കുഴപ്പക്കാരനെല്ലാം തോന്നുന്നു. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് എന്താ കുഴപ്പം കാണിക്കാനാ? സാറ് മോളിലത്തെ കമ്പിയിൽ പിടിമുറുക്കിയിരിക്കുകയാണല്ലോ. നഷ്ടം എനിക്ക് തന്നെയാണോ? അയാളുടെ ഇലക്ഷന് 2 ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. തന്നെ വൈകുന്നേരം ഒന്ന് കാണണം. ഞാൻ വീട്ടിലുണ്ടാവും. ഓ, ഇരിക്കണം മിസ്റ്റർ പിള്ളേ. സാർ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നിങ്ങളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ടാണ്. സാരമില്ല, ഒരു ദിവസത്തെ വർക്കല്ലേ മുടങ്ങിയുള്ളൂ. സാറിനെ എനിക്ക് നേരത്തെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്. മനസ്സിലായില്ല. സാറേ മനസ്സിലായിക്കൊള്ളൂ. ഈ കോൺട്രാക്ട് പണിയുണ്ട്. പണ്ടത്തെ പോലെ ഗുണമൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരുടെയും കറോപ്പശുക്കളാണ് ഞങ്ങൾ. പണ്ട് 2-3 പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ 24 പാർട്ടിയുണ്ട്. ഒരു പാർട്ടി 2ആയിട്ട് പിളർന്നു എന്ന് കേൾക്കുമ്പോ ഞങ്ങളുടെ ചങ്ക തകർന്നു പോകുന്നത് ഞങ്ങൾ ഉപേക്ഷിക്കാനൊക്കുമോ? അല്ല, എപ്പോ എവിടുന്നാ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാവാൻ പോകുന്നുള്ള എങ്ങനെ അറിയാം? ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ മോളിൽ നിന്ന് താഴെ പിയൂണിനെ വരെ ഉപേക്ഷിക്കാനൊക്കുമോ? അതുകൊണ്ട് കോൺക്രീറ്റ് അല്പം സിമന്റ് കുറയും. നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ മുരുടനായ ഒരു ആദർശവാദിയായി കണക്കാക്കരുത്. പക്ഷെ എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടല്ലോ. അതറിയാം സാർ, എനിക്കതറിയാം. സാറത് മനസ്സിലായിക്കൊള്ളു. മിസ്റ്റർ പിള്ള ഇപ്പൊ പോകൂ. ഞാൻ നിങ്ങളുടെ ഫയൽ ഒന്ന് പരിശോധിക്കട്ടെ. നമുക്ക് നാളെ സംസാരിക്കാം. സംസാരിക്കാം. അപ്പോ നാളെ വർക്ക് തുടങ്ങട്ടോ. നാളെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് മതി. എത്രയും വേഗം. ബില്ല് മാറിയില്ലെങ്കിൽ സകലതും കുറയും. കുഴപ്പമില്ല സാർ. അപ്പൊ നാളെ വർക്ക് തുടങ്ങട്ടോ. ഞാൻ ഈ ഫയൽ പഠിച്ച ശേഷം തമ്മിൽ കണ്ടിട്ട് തീരുമാനിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ഹലോ.
ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ വരാം. വിശേഷിച്ച അസുഖമൊന്നുമില്ലല്ലോ ഗോപിക്കും? മോനെ ഗോപി, മോനെ നീ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോവോ? എന്താണമ്മേ വിശേഷം? ഒരു സീരിയസ് കേസുണ്ട്, ഒന്നുകൂടെ പോയി നോക്കണം. എഞ്ചിനീയർ പണിക്കരി ചേട്ടൻ ഇതിലെ വരാമെന്ന് പറഞ്ഞു. ഉടനെ വരുമായിരിക്കും. ശരി, അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞത്. നിന്റെ അച്ഛന് വളരെ ഇഷ്ടമായിരുന്നു പണിക്കരിയേട്ടനെ. പണിക്കരിയേട്ടനേക്കാൾ 5 വയസ്സ് കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അച്ഛന്. ആ അമ്മായി, ഇതേ അമ്മാവൻ വരുന്നു. പഴയ ജീപ്പല്ല, KLK 3514. ഉണ്ണി, ഉണ്ണി. വീട്ടിൽ അച്ഛനും മോനും മാത്രമേ ഉള്ളൂന്ന വിചാരം. തുടങ്ങിയല്ലോ മോനെ വിളി. അവൻ എവിടെ? മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അവന്റെ അഡ്മിഷന്റെ വിവരം എന്ന് അറിയും. ഓ, ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. അത്രയേറെ ആഗ്രഹമുണ്ട് അവന്. അഡ്മിഷൻ കിട്ടാൻ അവനെന്തിനാണെന്ന് പഠിക്കുന്നു? ക്ലാസും റാങ്കുള്ള ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഞാൻ അന്വേഷിച്ചു. രാവിലെ 9 മണിക്ക് വന്നേക്കണം. ഒന്ന് മാറിയേക്ക് പോട്ടെ. ഇതേ ഈ വീലിനൊരു ഇളക്കമുണ്ട്. വീലിന് ഇളക്കോ? തന്റെ തലയ്ക്ക് ഇളക്കും ആയിരിക്കും. നമ്മുടെ മറ്റേ ജീപ്പ് എന്ത് KLQ 3914? അത് വർക്ക്ഷോപ്പിലാണ്. ഒന്ന് റേസ് ചെയ്തേ. ഒന്ന് റേസ് ചെയ്യണം. എന്തിനാ? ഒന്ന് റേസ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ അയ്യപ്പ വർക്ക്ഷോപ്പിലെ മേസ്ത്രിയ ഡ്രൈവറെ. ഒന്ന് റേസ് ചെയ്യും. നിർത്ത് നിർത്ത്. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഒന്ന് റേസ് ചെയ്യണം. നിർത്ത് നിർത്ത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ബോണറ്റിട്, എനിക്ക് പോണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്ത് നാശമായത്? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ മറന്നുപോയി. കുറച്ചു മുമ്പ് ഒരാള് ഇവിടെ ഒരു പൊതി കൊണ്ടുവന്നു. ആര്? സിൽക്ക് മുണ്ടും ജുബ്ബയൊക്കെ കൊടുത്തിട്ട് പത്മനാഭ പിള്ളയെന്നോ എന്താ പറഞ്ഞു. എന്താണ്? ആ പൊതിയും കൊടുക്കൂ. എന്താണതിൽ? എനിക്കറിയില്ല. ആരെന്തുകൊണ്ട് വന്നാലും എന്താണെന്നൊക്കെ അത് വാങ്ങിക്കുമല്ലേ? അത് വാങ്ങിക്കൂ. ഞാൻ അറിഞ്ഞില്ല. സാരമില്ല.
അത് പൊതിഞ്ഞു വെച്ചേക്കൂ. നീ ചായ കുടിച്ചോ? കുടിച്ചു. ശ്രീധരനോ? അവൻ വിളിച്ചാ വരണ്ടേ. ഊണ് കഴിഞ്ഞ ഉടൻ ഏതാണ്ടൊക്കെ എടുത്തു വെച്ച് റിപ്പയർ പണിയും തുടങ്ങി. ഉണ്ണി ഊണ് കഴിച്ചിട്ടാണോ പോയത്? അതെ. ഞാനൊന്ന് നടക്കാൻ പോകുന്നു. നീ വരുന്നോ? ഉണ്ണി വരുന്നതിന് മുമ്പ് മടങ്ങി വരാം. വരാം. എന്ത് വേണം ആകെപ്പാടെ വരും. ആ പോയില്ലേ? എന്ത് പറ്റി? ഇവിടെ ഒരു കൊച്ചൻ നിന്നല്ലോ, അത് ഇഞ്ചിനകത്ത് എന്തോ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് ബോണറ്റ് പൊക്കി നോക്കിയതാ. ഇപ്പൊ സ്റ്റാർട്ട് ആകുന്നില്ല. അവനോട് താഴെ കിടന്ന് ഏതാണ്ട് പണിയുന്നു. ശ്രീധര, ഞാനിവിടെ ഉണ്ടമ്മാവാ. ഇപ്പൊ ശരിയാക്കി വിട്ടേക്കാം. നീ ഇറങ്ങി വാ. എഞ്ചിൻ നിന്റെ മെക്കാനിക്കൽ ഭ്രാന്ത് മാറട്ടെ എന്ന് കരുതിയാണ് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കിയത്. അവിടെ വരുന്ന വണ്ടിയിൽ ചീത്തയാക്കിയാ പോരെ? 39-14 നല്ല എഞ്ചിൻ കണ്ടീഷൻ ആയിരുന്നു. ഇത് മോശം. ഇവിടെ വരുന്ന വണ്ടികളിൽ തൊട്ടുപോകരുത്. ഓഫീസിൽ പോയി പറഞ്ഞ് വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുപോകും. ശ്രീധര, ഞങ്ങൾ വരുന്നവരെങ്ങും പോകരുത്. കഥയൊക്കെ തുറന്നു കിടക്കാണേ. വണ്ടി ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ആ ഗിയർ ബോക്സ് ഒന്ന് ഇളക്കണം. വേണ്ട 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 വേണ്ട, താൻ ഇളക്കിയോടത്തോളം മതി. അല്ല, ഇതാരാ വന്നിരിക്കുന്നേ? രണ്ടുപേരും ഉണ്ടല്ലോ. അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. ജാനമ്മേ, നടന്നാ തോന്നേ? ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. പത്മനാഭപിള്ളയെ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് ഇരുന്നാട്ടെ. ജാനമ്മേ, ഈ വന്നിരിക്കുന്ന ആരാന്നറിയാമോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവപ്പണിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ. കുടിക്കാൻ എന്തെങ്കിലും എന്താ ഇഷ്ടം? ഇപ്പൊ ഒന്നും വേണ്ട. കൊണ്ടുവരും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതല്ലേ ഉള്ളൂ, സാറിനെ മനസ്സിലാക്കിയുള്ളൂ എന്ന്. ഞാൻ അപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണെന്ന്. അപ്പൊ ഇവിടെ പരിചയക്കാർ ആരുമില്ലേ? എന്റെ ഇളയ സഹോദരി ഇവിടെ അടുത്താണ്. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ചുമതലയും എനിക്കാണ്. ഇങ്ങോട്ടൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നതുമാണ്. ഓ, അത് ശരി. പിന്നെ സാർ എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതണം. നിശ്ചയമായി. ശ്രീദേവി, അതിങ്ങെടുക്കൂ. സാർ എനിക്ക് ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് കൊടുത്തേക്കൂ. സാർ, ഞാനിത് മടിക്കാതെ അതങ്ങ് വാങ്ങിക്കൂ. ചെയ്യുന്ന ജോലിക്ക് മാസം തികയുമ്പോ എനിക്ക് ശമ്പളം കിട്ടും. എനിക്കത് ധാരാളം മതി. ഞാൻ പതിവില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല സാർ. എനിക്കറിയാം മിസ്റ്റർ പത്മനാഭപിള്ളെ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ പലരും ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്താറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മുരടൻ. പക്ഷേ അവിഹിതമായി ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാറില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അമ്മേ, അമ്മേ, അമ്മാവനും അമ്മയും വരുന്നു. വരണം ചേട്ടാ, ഇരിക്കണം. 2 ദിവസമായിട്ട് പാർവതി മോളെ അങ്ങോട്ടെങ്ങും കണ്ടില്ലല്ലോ. ഓ, രാവിലെ തുടങ്ങി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ബഹളമാണ്. പിന്നെ ഞാനാ പറഞ്ഞത് നമുക്ക് രണ്ടും കൂടെ നാളെ ഒരുമിച്ച് പോവാന്ന്. ഉണ്ണി ഇങ്ങോട്ട് കണ്ടില്ല. അപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് വെപ്രാളപ്പെട്ട് നടക്കുക. പാർവതി, നീ കോളേജിൽ ചേരുമ്പോ നിനക്കൊരു സമ്മാനം തരാമെന്ന് അമ്മാവൻ പറഞ്ഞില്ലേ? ശ്രീദേവി, അതങ്ങ് കൊടുക്കൂ. എന്താ സരസ്വതി? ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഇവളുടെ അച്ഛനില്ലാതെ പോയല്ലോ.
സുഖവും ദുഃഖവും ചേർന്നതല്ലേ സരസ്വതി ജീവിതം. പെട്ടെന്ന് ഓർത്തുപോയി ചേട്ടാ. ആ കാപ്പി എടുക്കട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട, വേഗം പോണം. ഉണ്ണി വന്നു കാണും. എനിക്ക് വാച്ച് കിട്ടിയ വിവരം ഉണ്ണിയേട്ടനോട് പറയണേ അമ്മായി. പറയാം. കിട്ടി, അഡ്മിഷൻ കിട്ടി. വെരി ഗുഡ്. ഇന്ന് എനിക്ക് ഗണപതി അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തണം. നിന്റെ വഴിപാടിന്റെ ശക്തി കൊണ്ടല്ലേ മോന് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയത്, അല്ലാതെ അവൻ ക്ലാസ് റാങ്ക് വാങ്ങിച്ചോണ്ടല്ല. അതെന്താ, ഇവൻ പഠിച്ച് പാസ്സായത് എന്റെ വഴിപാടിന്റെ ശക്തി ഉണ്ടായിക്കൂടെ? ആ മോനെ, പാർവതിക്ക് അച്ഛനൊരു വാച്ച് സമ്മാനം കൊടുത്തു. എനിക്കും ഒരു സമ്മാനം തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അച്ഛാ? ഒരു സ്കൂട്ടർ നാളെ തന്നെ വാങ്ങിച്ചോളൂ. സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതിൽ തന്നെ പാർവതിക്കും കോളേജിൽ പോവാം. കൊച്ചു പാറു, ഇതാ വരുന്നു. ഒന്ന് വേഗം വാ, ഒന്ന് വാടി, ഒന്ന് കേറടി വേഗം. കേറ് കൊച്ചേ അങ്ങോട്ട്. എനിക്ക് പേടിയാ. ചാകുന്നാണോ? വേണ്ടാത്തൊന്നും പറയാതെ ചേട്ടാ. കയറണ്ട. കുന്തം എങ്ങനെ ഒന്ന് കേറുന്നത്? ഒരു ഏണി ചാരി വെച്ച് അങ്ങോട്ട് കയറി. ഉരുണ്ട് വീഴൂലേ ഇപ്പൊ? ആ പാടം ഇനി എത്രയും പൊക്കം ആരെങ്കിലും കാണും. കേറ്. ഏത് കമ്പിയല്ലേ പിടിക്കേണ്ടത്? എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നാണമാ. സൂക്ഷിച്ചു ഓടിക്കണേ മോനെ. അപ്പച്ചി പേടിക്കണ്ട അപ്പച്ചി, പാറുവിന്റെ കാര്യം ഞാൻ ഏറ്റു. പോരെ, സൂക്ഷിച്ചു. അയ്യോ മോനെ, എന്നെ മുറുക്കി പിടിച്ചോ പാറു. എനിക്ക് നാണമാ. വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പൊ റോഡിൽ വീഴുന്നതിന് നാണമില്ലേ? ഏതായാലും ഞാൻ സ്പീഡ് കൂട്ടാൻ പോവാ. 1 2 3. വെച്ചേ. മര്യാദക്ക് എന്റെ വയറ്റത്തൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. വേണ്ട, എനിക്ക് പ്രാക്ടീസ് ആയി. എന്നിട്ട് നിന്റെ നാണം മാറിയില്ലല്ലോ. മാറണ്ട. അത് പറ്റില്ല. എന്നാ ഞാൻ മാറ്റിത്തരാം. നീ എന്നെ പിടിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. വല്ലതും പറ്റിയോ? ഇല്ല. ഉണ്ണിയേട്ടനോ? എനിക്കൊന്നും പറ്റില്ല. ആ, അയ്യോ, കൈമുറിഞ്ഞല്ലോ. സാരമില്ല. സാരമില്ലെന്ന് അപ്പച്ചി എങ്ങാൻ അറിഞ്ഞ എന്റെ കൂടെയുള്ള നിന്റെ സ്കൂട്ടർ യാത്രയും മുടങ്ങും, എന്റെ സ്കൂട്ടറും പോകും. അമ്മ കാണാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഏറ്റല്ലോ? ഏറ്റു. എന്നാൽ ആള് കൂടുന്നതിന് മുമ്പ് സ്ഥലം വിടാ. പൊന്നുമനി വാ ഇവിടെ. ഓ, ഇത്ര വല്ലതും പറ്റിയ. വീണ കാര്യം ആരോടും പറയരുത്. ഇല്ല. സ്കൂട്ടർ വെച്ചിട്ട് വരൂ. അമ്മ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും. അമ്മേ, 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 അമ്മേ. അമ്മ പശുവിനെ അഴിച്ചോണ്ട് വരാൻ പോയതായിരിക്കും. വരൂ. ശോ, കൈ നല്ലതുപോലെ നീറുന്നു. തലയില്. സാരമില്ല. തലയിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു? തലയിലൊന്നുമില്ല. എന്നാ മുഖത്തായിരിക്കും.
കൈക്ക് എങ്ങനെ ഉണ്ടെന്ന്? വേദനയില്ല. ഗുഡ്. അപ്പൊ നമ്മുടെ ചികിത്സ എങ്ങനെ? എന്തിനുള്ള ചികിത്സ? നിന്റെ നാണം മാറാനുള്ള ചികിത്സ. ആ, നാണം മാറിയില്ലെങ്കിലേ ചികിത്സ വീണ്ടും തുടരേണ്ടി വരും. ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടുകയില്ല, കൂടെ വരികയില്ല. ആ, നേരാണോ? അല്ല പിന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യം. ആ, നിന്നെ ഇന്ന് ചികിത്സിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോവിന്ദനുണ്ണി എന്നല്ല. ആഹാ. പാറു, പാറു, കൊച്ചു പാറു. മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്. മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്. ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പ് മലർത്തേനെ മദന കുഴമ്പ്. ലോട്ടസത്തമിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ബോഗൻ വില്ല തനു ഞാൻ പോറടിയാൽ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ. ഓടിവാ കരളെ പെണ്ണാള് പാടിവാ ലൗഗാനം. ഓടിവാ കരളെ പെണ്ണാള് പാടിവാ ലൗഗാനം. നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ പുള്ളി മാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടെ അതെല്ലാം നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ആപ്പിളൊത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴിയിൽ പ്രേമത്തിന്റെ ഹണിയോ കോപത്തിന്റെ കെണിയോ. ഡോങ്കോ ഡോങ്കോ പൊൻകിനാവിൻ തളിരേ മാറാതെ നീ എന്റെ മൈൻഡിൻ കുളിരേ. ഓടിവാ കരിഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം. ഓടിവാ കരിഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം. നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ കലമാനേ കനകമാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. എപ്പടി നമ്മുടെ മരഞ്ചുറ്റി പ്രേമം? ബോറ്. എന്നാലും നിന്റെ നാണം മാറിയല്ലോ.
മാറിക്കണേ 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 അയ്യോ ഭയങ്കര ഹോഴ്സ് പവർ വന്ന വരവേണ്ടില്ലേ പവന്മാർക്ക് സാധനം വണ്ടിക്കൊന്നും പറ്റിയില്ല. പോട്ടെ. മതി മതി നോക്കിയത് വാ പോവാം. നോ, ഞങ്ങളുടെ ഗ്യാങ് GO5 ആണ്. അതായത് ഗ്യാങ് ഓഫ് 5. അതിൽ 5 അംഗങ്ങളെ ആകാവൂ. ഇപ്പൊ തന്നെ ഞങ്ങൾ 5 പേരുണ്ട്. ഞാന്, രഘു, ബക്കർ, വിൽസൺ, ബാബു. GFS ആക്കൂ 6 or 7. പരിഗണിക്കാവുന്ന ഒരു സജഷനാണ്. GOF അതേക്കുറിച്ച് ആലോചിക്കാം. ഞങ്ങളുടെ ഗുഹയിലേക്ക് അതിഥികളെ സ്വീകരിക്കുന്നതിൽ ഇപ്പോഴും വകുപ്പുണ്ട് കേട്ടോ. ഗുഹ അതെ, ഗുഹ. കോളേജിന് പിന്നിൽ GOFന് ഒരു രഹസ്യ ക്യാമ്പുണ്ട്, ഒരു ഷെൽട്ടർ, ഒരു വാടക വീട്. ഗ്യാങ് ഓഫ് 5 അവിടെ ആക്റ്റീവ് ആകുന്നു. യു ആർ ഓൾ വെൽക്കം. എന്നാ വരട്ടെ. ആ, ഇന്ന് നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുന്നു. ഓക്കെ. ഇന്ന് രഘു ഓക്കെ. മൈ മൂഫിൽസ് കോൺട്രാക്ടർ മിസ്റ്റർ പത്മനാഭുള്ള ഒരു ബില്ല് മാറിയതിന്റെ പേരിൽ കുറച്ച് പണം അനുവദിച്ചു. ആ, സമയം കളയാതെ വാ. ദാറ്റ് ഈസ് ഫൈൻ. There's a brown girl in the ring. La 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 la, brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la, brown girl. Brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la, brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la. കിട്ടുമോ? എന്തോ പുല്ല് തീർന്നല്ലോ. ഗ്രാസ് തീർന്നു. ആ, 2 എണ്ണം നിറയ്ക്കാം. ഉടനെ കൊണ്ടുവരാം. ആ. എനിക്കൊന്ന് ഉറങ്ങണം. 4 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണേ ബക്കറെ. ഓ, നിനക്ക് നിന്റെ ചരക്കിനെ കൊണ്ട് വിടണമായിരിക്കും. പാരാമ ബോറൻ. പോടാ, പോടാ. യോഗം വേണം. ഉണ്ണിയെ ഇതുവരെ കണ്ടില്ലല്ലോ. നേരെ അത്രയ്ക്കായിട്ടില്ലല്ലോ. ഈ ഇടയായി പലപ്പോഴും അവൻ വളരെ താമസിച്ചാണ് വരുന്നത്. അവനൊരു കൊച്ചുകുട്ടിയാണ് ദേവി. കോളേജ് വിട്ടാൽ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോയിരിക്കും. ഒട്ടും നിയന്ത്രണമില്ലാതെ വിട്ടാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ഭയം. എന്റെ മകനെ പറ്റി എനിക്ക് അങ്ങനെയുള്ള ഉത്കണ്ഠയൊന്നുമില്ല. ഇപ്പൊ പഴയതുപോലെ രാത്രി മെനക്കെട്ടിരുന്നുള്ള വായന ഒന്നുമില്ല. ഇത് 4ാം വർഷമല്ലേ, വായിക്കാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും അധികവും. നീയോ ഞാനോ നിർബന്ധിച്ച് വായിപ്പിച്ചുകൊണ്ടാണോ അവൻ ക്ലാസ് വാങ്ങി മെഡിക്കൽ കോളേജ് അഡ്മിഷനുള്ള യോഗ്യത നേടിയത്? ആവശ്യമില്ലാതെ മക്കളെ ശാസിക്കരുത്. നീ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവന്റെ നേരെ ബഹളം കാട്ടുമ്പോൾ ഞാനിത് പറയാറുള്ളതാണ്. ഞാനൊന്നും പറയുന്നില്ല. ആ, നീ സമാധാനപ്പെട്ട്. അത് അവൻ വന്നു. അമ്മേ, അമ്മേ, അമ്മേ,
എന്താ ഉണ്ണി? എനിക്കൊരു ഷർട്ട് വേണം. ഷർട്ടും പാന്റും കട്ടിൽ അലക്കി തേച്ച് വെച്ചിരുന്നല്ലോ. ഞാൻ നടക്കുന്നു. അതൊന്നും എനിക്ക് വേണ്ട. ആ ഷർട്ട് എനിക്ക് വേണ്ട. ഇതിനെന്താ ഒരു തകരാറ്? അമ്മയ്ക്ക് കണ്ണു കണ്ടൂടെ? ഇത് കണ്ടോ? ഇതിനല്പം ചുളിവല്ലേ ഉള്ളൂ. അത്രയും ചുളിങ്ങിയത് പോരായിരിക്കും. തേപ്പ് വെട്ടി ചൂടാക്കി നിൽക്കുന്നു ചേച്ചൂടി. അമ്മയ്ക്ക് എന്തായിരുന്നു പണി? എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ ചേച്ചി മേക്കിട്ടോളണം. അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഒന്നേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ലാളിച്ച് വളർത്തിയെന്ന് ദോഷമാണായത്. എനിക്ക് വേറെ ഷർട്ട് കിട്ടണം. അമ്മ എനിക്ക് വേറെ ഷർട്ട് വേണം. അമ്മേ ഷർട്ട് വേണം. ഇങ്ങനെയുണ്ടോ പിള്ളേര്? ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്കൊണ്ടടിക്കണം എന്നാണ്. ഒലക്ക മുറിഞ്ഞു പോയാൽ നെല്ലുകുത്തണ്ടേ ദേവി? താനാ കേട്ടില്ലേ? ഷർട്ടിന് അല്പം ചുളു വന്നതിന്റെ ബഹളമാണ്. ശാസിച്ച് വളർത്തണമെന്ന് പറയുമ്പോ നിങ്ങൾ എന്നോട് വഴക്കിന് വരുമല്ലോ. കാപ്പി പിടിക്കാൻ സമയമെങ്കിൽ വരണം. ഉണ്ണിയെ വിളിക്ക്. വേണമെങ്കിൽ ചെന്ന് വിളിച്ചോളണം. നീ വിളിച്ചാൽ വരില്ലേ? അവന് വേണമെങ്കിൽ പോയി കഴിക്കട്ടെ. സ്വാമിയേ ശരണയ്യപ്പ. കോളേജിൽ പോകാൻ നേരമായില്ലേ മോനെ? ഞാൻ പോകുന്നില്ല. എന്തു പറ്റി? ഇടാനൊരു ഷർട്ട് പോലും ഇല്ല. ഉള്ളത് താണ്ട തേച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. എന്റെ കണ്ണടയുമ്പോ നീ അറിഞ്ഞോളും. ആഹാ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഞാനിത് തേച്ച് വൃത്തിയാക്കി തരാം. അമ്മ ഈ ആക്സിഡന്റ് ഭയങ്കര ആക്സിഡന്റ്. KLR 1711 65 മോഡൽ അംബാസഡർ കാർ തെക്ക് നിന്ന് വടക്കോട്ട് സ്പീഡി വരുന്നു. KLQ 805 ബെൻസ് ലാറി വടക്ക് നിന്ന് തെക്കോട്ട്. ഒറ്റ ഇടി. തകർന്നു പോയി. 1711 ബോണറ്റ് ഇളകി തെറിച്ച് റേഡിയേറ്റർ അകത്തോട്ട് കയറി. കണ്ണാടിയും പൊട്ടി. മറ്റേ അപകടമൊന്നും പറ്റില്ലല്ലോ. 805 ബെൻസിന് വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ 1711 കുറെ നാൾ വർഷാപ്പിൽ കിടന്നേ പറ്റൂ. ആളുകൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അംബാസഡർ കാറിലുണ്ടായിരുന്ന 5 പേരും ഡ്രൈവറും ചത്തുപോയി. പക്ഷെ ആ കാറിന്റെ കാര്യമാണ് കഷ്ടം. അമ്മാവനാണോ ഷർട്ട് തയ്ക്കുന്നത്? ഞാൻ തയ്ക്കാം. അംബാസഡർ കാറിന്റെ കാര്യം അതിങ്ങോട്ട അതിൽ അഴുക്കാക്കി. അപ്പം വർഷാപ്പ് ഇടുന്ന എന്റെ ഷർട്ടിൽ അഴുക്കോ? അഴുക്ക് കൂടുന്തോറും എനിക്ക് സന്തോഷമാണ്. ഒരു സാൻഡ കിട്ടപ്പ. ഉണ്ണി, ഇന്ന് ഞാനിവനെ ദേവി വന്ന് കാപ്പി കുടിക്കും. എനിക്ക് വലിയ സങ്കടമായി പോയി അമ്മാവി. 17-11 കിടപ്പ് കണ്ടപ്പോൾ. എഞ്ചിൻ ഞാൻ നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. ഉണ്ണി, നീ ചെയ്തത് ശരിയായോ? ശരിയായോന്ന് അവനെ തല്ലിയത് ശരിയായോ എന്നാണ് ചോദിച്ചത്.
ശരിയാക്കാം. എങ്ങനെ വളർത്തിയതാണ് അവനെ? ഈ പോക്ക് പോയാൽ പോയില്ല. ചെറിയ തെറ്റുകൾ കാണുമ്പോൾ തന്നെ ശാസിച്ച് വളർത്തണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള എന്നെ. വാശിക്കാരനാണ്. ഞാൻ പറഞ്ഞു തിരുത്താം. അല്പം പിഴച്ചുപോയി. അല്പമൊന്നുമല്ല. പിന്നെ ഈയിടെയായി അവൻ പണം കണ്ടമാനം ചെലവാക്കുന്നുണ്ട്. എന്തിന്? എനിക്കറിയില്ല. ചോദിച്ചില്ലേ? ചോദിച്ചാൽ ഇപ്പൊ കണ്ടതാ പ്രകൃതം. നിന്നോട് ചോദിച്ചല്ലോ പണം വാങ്ങാറ്. പണം വെക്കുന്ന അലമാരി പൂട്ടാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ ചട്ടം. നിങ്ങൾ കൊണ്ടുവെക്കുന്ന പണത്തിൽ നിന്ന് വീട്ടു ചെലവിന് ഞാനെടുക്കും. മോന്റെ ആവശ്യത്തിന് അവനും. എന്നാലും മാസാവസാനം ആവുമ്പോൾ രൂപ മിച്ചം വരുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലമായി കൊണ്ടുവെക്കുന്ന പണം 15 17 തീയതി ആവുമ്പോൾ തീരും. പിന്നെ ഞാൻ മുമ്പ് കരുതി വെച്ചിരുന്ന പണത്തിൽ നിന്ന് എടുത്താണ് വീട്ടു ചെലവ് വരെ നടത്തുന്നത്. പണം വച്ചിരിക്കുന്ന അലമാര പൂട്ടിയേക്കൂ. അവൻ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു വാങ്ങാൻ പറയൂ. നമസ്കാരം പണിക്കർ സാർ. നമസ്കാരം. ഓ, മിസ്റ്റർ പിള്ളയോ? കുറെ നേരമായി വന്നിട്ട്. ഇരിക്കൂ. സാറിന് ഒരു മനക്ലേശമുള്ളവരോ തോന്നുന്നു. എനിക്കൊരു മനക്ലേശമില്ല. മിസ്റ്റർ പിള്ള വന്നത്? ഓ, സാറ് ഭരിക്കില്ലല്ലേ? നിങ്ങൾ വലിച്ചോളൂ. ഇല്ല, സാറിന് ഞാൻ ഭരിക്കില്ല. എനിക്ക് പോകാൻ ജീപ്പ് ഉടനെ വരും. വന്ന കാര്യം പറയും. സാറിന് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പോസ്റ്റ് ഡിവിഷന്റെ കാര്യമായിരിക്കും. അതില് എനിക്കൊന്നും ചെയ്യാനില്ല. സാധനങ്ങളുടെ വിലയെല്ലാം കൂടുകയാണ് സാർ. നിങ്ങൾക്ക് കൺട്രോൾ വിലക്കല്ലേ കിട്ടുന്നത്? സിമെന്റും കമ്പിയും കിട്ടിയാലും ബാക്കിയെല്ലാം വേണ്ടേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നും ചെയ്യാനില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇളയ മകളുടെ വിവാഹത്തോടുകൂടി ഫണ്ട് സ്വല്പം ടൈറ്റായി. മറ്റേ പണിയുടെ കംപ്ലീഷൻ റിപ്പോർട്ട് സാർ തന്നിരുന്നെങ്കിൽ ബില്ല് മാറാമായിരുന്നു. സ്റ്റേജ് പൂർത്തിയാകട്ടെ. 90% പണിയും കഴിഞ്ഞു. ഇനി 2 പണികളേ ഉള്ളൂ. പൂർത്തിയായില്ലല്ലോ. നമസ്കാരം. ചായ കൊണ്ടുവരും. വിത്തൗട്ട്. പഞ്ചസാര വേണ്ട. സാറിന് മറ്റൊന്നും തോന്നരുത്. ഈ ഡിവിഷനിൽ ഒരു കൺട്രാക്ടർ സംതൃപ്തരല്ല. ലോകം ഒരു വഴിക്കും സാർ വേറെ വഴിക്കും പോകുന്നു. ആൾക്കൂട്ടത്തിൽ കൂടാൻ ഞാനില്ല. സാറ് ബോട്ടിൽ നിൽക്കാൻ ആർക്ക് എന്ത് ഗുണം? എനിക്കിനി 4 വർഷം കൂടിയേ ഉള്ളൂ വെട്ടനാഫുള്ളേ. അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? മുതലാളി ഇറങ്ങുന്ന എന്നെ വഴക്ക് പറയില്ലേ? ഡബിൾ ഹോണാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞു. താനും കൊണ്ട് മാറിയിരിക്കും. ഇതേത് മോഡലാണ്? എനിക്കറിയില്ല. KRK 6356 ഫിയറ്റ് കൊടുത്തോ? അതേ, മുതലാളിയുടെ മോൻ കോളേജിൽ കൊണ്ടുപോകുന്നതാ. അയ്യോ, അത് നല്ല വണ്ടിയാ. നല്ല നിറം. ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ? മോശമാണ്. മോശമാണോ? അതെ, മോശമാണ്. ബോണറ്റ് ഒന്ന് പൊക്കണം. അങ്ങനെ ഇപ്പോ പൊക്കണ്ട. അപ്പുണ്ണി, എന്തോ? ഒരു കാർഡ്ബോർഡ് പറ്റി ആ സീറ്റ് ഇരിപ്പുണ്ട്. അതിനെടുത്തുണ്ടോ? ശരി. എന്താ ഡ്രൈവറോട് പറഞ്ഞത്? എന്റെ മോൻ രഘുവും ഇവിടുത്തെ ഉണ്ണിമോനും തമ്മിലുള്ള ബിസിനസ്സാണ്. ഞാൻ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് കാറിൽ വെപ്പിച്ചു. ഉണ്ണിമോനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഉണ്ണി കോളേജിൽ പോയി. സ്കൂട്ടറിൽ പോകുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ച് എന്താണിതിൽ? എനിക്കറിയില്ലേ. പിള്ളേരുടെ ഏർപ്പാടല്ലേ. നമ്മളൊക്കെ എന്തിനു അന്വേഷിക്കുന്നു സാർ? അപ്പൊ ഞാൻ പറയട്ടെ. പറ്റേ. പൊതിയിൽ എന്തായിരിക്കും? എന്തായാലും എന്താ? ഒന്ന് ചോദിച്ചിട്ട് കൊടുത്തയച്ചതാവില്ല. അവനെ ഞാൻ വളർത്തിയത് ശരിയായില്ല എന്ന് തോന്നുന്നു. പലതും പറയാതെ അവൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പഠിക്കാനുള്ള പുസ്തകങ്ങൾ വല്ലതായിരിക്കും ഇത്. പത്മനാഭപിള്ളയെ നിനക്കറിയില്ല. ജീപ്പ് വന്നു. കാപ്പി കുടിച്ചില്ലല്ലോ. വേണ്ട. അവൻ വരുന്നുണ്ട്. ലേറ്റ് ആയതിന് അവനെ നമുക്കിന്ന് ശിക്ഷിക്കണം. വേണം. GFFന്റെ അച്ചടക്കം ലംഘിക്കുന്നതിനും രഹസ്യം പുറത്തുവിടുന്നതിനും മാപ്പില്ല. ഹലോ ഉണ്ണി, നീ ഇന്ന് 10 മിനിറ്റ് ലേറ്റ്. അച്ചടക്ക ലംഘനം. അതിന് എന്നെ ശിക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ശിക്ഷ സ്വീകരിക്കാൻ തയ്യാർ. ശിക്ഷ രഘു നിശ്ചയിക്കട്ടെ. ഇന്നത്തെ സകല ചെലവും
ഇവന്റേത്. ചിലവിന്റെ വിശദവിവരം ഞാൻ പറയാം. കിട്ടുമോ? എന്താ കുഞ്ഞേ? വൈകിട്ടത്തേക്ക് ഒരു കുടം കല്ല്, കപ്പ കഴിച്ചത്, മീൻ, പിന്നെ ഒരു കോഴി. ബ്യൂട്ടിഫുൾ ഐഡിയ. ബാക്കി ചെലവുകൾ വൈകിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഉണ്ണി ഉണ്ടില്ലേ മോളെ? ഇല്ലമ്മേ. എന്തു പറ്റി ഇവന്? സമയം കൂടുതലായല്ലോ, ഇനി ഇന്ന് പോണ്ട. പോണമ്മേ. മോളിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, അമ്മായി ഒന്ന് കാണണമെന്ന് തോന്നി. നിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണി വന്നില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാ. ഒരു കുട്ടിയുടെ വീട് വരെ പോണമായിരുന്നു. കറിവാ. മോളിരിക്കും. മോളെ വിളിക്കാൻ ഉണ്ണി വന്നിരിക്കില്ല. അതെന്താ? ദേഷ്യം പിടിച്ചാണ് ഇവിടെ നിന്ന് പോയത്. ഞാൻ പേടിച്ചു. കാര്യം? എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഉണ്ണിയെ കാത്തുനിന്ന് കാണാതെ ആയപ്പോൾ അവന് വല്ല അപകടവും പറ്റിയോന്ന് ഭയന്നു. വിവരം അറിയാനാണ് ഓടി വന്നത്. മോള് കാപ്പി പിടിച്ചാണോ? കാപ്പി പിടിച്ചോണ്ടാണ് പോന്നത്. ഇന്നിവിടെ കാപ്പി ഉണ്ടാക്കിയതെല്ലാം ഇതാ ഇവിടെ ഇരിക്കുന്നു. ആരും ഒന്നും കഴിച്ചില്ല. എന്തുണ്ടായി അമ്മായി? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്. ശരി, കൊടുക്ക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കേശവ പണിക്കർ ഹിയർ. എന്ത്? വരാമല്ലോ. ഡോക്ടറോടെ കാണുമല്ലോ, ഞാൻ ഉടനെ വരാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു ഡോക്ടർ. ഉണ്ണിയെ പറ്റി ചില വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ഉണ്ണിക്കിത് 4ാം വർഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇങ്ങനെ വിട്ടുകൂടാ. എന്താണ് ഡോക്ടർ? ഉണ്ണി ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് അറ്റൻഡൻസും ഇല്ല. പ്രാക്ടിക്കൽസ് ചെയ്യാറില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുമില്ല. പരീക്ഷ ഇനി എഴുതിയെടുത്താലും മതി. ഈ പോക്ക് തുടരുകയാണെങ്കിൽ അത് നടക്കില്ല. ഉണ്ണി ഉൾപ്പെടെ 5 സീനിയർ സ്റ്റുഡൻസ് ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ കോളേജിലെ സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. കോളേജിന്റെ പിന്നിൽ അവരൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെയാണ് താവളം. അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ കോളേജിന് പുറത്തായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നിർത്തു. കുറച്ച് വെള്ളം കുടിക്കാൻ വേണം. ഒരു സോറി ഇങ്ങ് തന്നെ. ഡോക്ടർ ഗോപിയുടെ വീട്ടിലേക്ക് പോകാം.
അമ്മേ, പണിക്കരമ്മാവൻ വന്നാട്ടെ. എനിക്ക് നല്ല സുഖമില്ല, നെഞ്ചിനൊരിടി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, വിശദമായിട്ട് നോക്കാം. പണിക്കരിയേട്ടനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിശേഷിച്ച് ഇവന്റെ കാര്യം തന്നെ. എനിക്കാണെങ്കിൽ പ്രായമേറെയായി. വിവാഹമേ വേണ്ടെന്നാണ് ഇവന്റെ പിടിവാശി. ആ പെങ്കൊച്ചിനെ ഇവൻ സ്നേഹിച്ചു. എല്ലാവർക്കും സമ്മതവുമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടമ്മേ, പണിക്കരമ്മാവന് സുഖമില്ല. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവാം. അമ്മാവൻ വന്നാട്ടെ. നീ കൂടെ അവനെ ഒന്ന് ഉപദേശിക്കണം. അതിനാണ് നിന്നോടെല്ലാം പറഞ്ഞത്. എന്ന് വെച്ച് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. ആ, ഉണ്ണീട്ട വരുന്നുണ്ട്. മാറണം. എന്താ ഉണ്ണീട്ട? സ്കൂട്ടറൊന്നും ഇടിച്ചു. തട രക്ഷപ്പെട്ട നല്ല കാലം. ഒന്നും പറ്റിയില്ലല്ലോ. സ്കൂട്ടർ ആകെ നാശമായി പോയി. കള്ള മാമോളെ. ആ, അമ്മേ, 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 അമ്മേ. അളമാരി എന്താ പൂട്ടിട്ടിരിക്കുന്നത്? അത് തുറന്നു മലത്തിട്ടിരിക്കുന്ന എന്തിന്? താക്കോലോടെ. എന്തിനാ? എനിക്ക് 500 രൂപ വേണം. സ്കൂട്ടർ നന്നാക്കണം, പിന്നെ ആ കേസ് ഒഴിവാക്കണം. ആ, രൂപ ഇല്ല. അപ്പൊ നമ്മൾ പൊളിഞ്ഞോ? നീ എന്തിനാ ഇരിക്കുന്നത്? അമ്മേ, സ്കൂട്ടർ നന്നാക്കാതെ പറ്റില്ല. ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്ക്. അച്ഛൻ കാശ് കൊടുത്തോളൂ. അത് പറ്റില്ല. ഞാൻ ഒരാളോട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 500 രൂപ വാങ്ങി കൊടുത്തു കഴിഞ്ഞു. എനിക്ക് ഇപ്പൊ 1 രൂപ വേണം. ഇവിടെ കാൽ കാശില്ല. ആവശ്യമായില്ല. പണ്ടാറണങ്ങ എന്നെ അയ്യോ. അതാ കോൺട്രാക്ടർ പത്മനാഭപിള്ള കൊണ്ടുവച്ചാണ്. അതിലെന്താ? ഒരു റെക്കോർഡ് പ്ലെയർ. ആ റെക്കോർഡ് കൊടുത്തേച്ചാ. അതെന്തിനാണ് ഇവിടെ? പാട്ട് കേൾക്കാൻ. അത് തിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം. അച്ഛനിതൊന്നും ഇഷ്ടമല്ല. അത് ആരെയും പിടിച്ച് കടിക്കാൻ വരത്തില്ല. എന്റെ മുറിയിൽ എടുത്ത് വെച്ചേക്ക്. പറു, അപ്പച്ചിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലേ? ഇല്ല. കാണും. അവൾ എന്നോട് കള്ളം പറയുന്നു. അമ്മ പറയിക്കുന്നതാ. നീ എന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് ഒന്ന് വാ. എനിക്ക് ആ പാസ്ബുക്ക് ഒന്ന് കാണണം. അവൾ ഈ പൊരിയുന്ന വെയിലത്ത് എങ്ങും വരണം. ഞാൻ പോകാമായി. കുഞ്ഞേട്ടിന് സംശയം ബാക്കി നിൽക്കണ്ട. എന്നാ വേഗം വാ. ഞാൻ പോട്ടെ അമ്മായി. ഒന്ന് വേഗം മാറി. ഇതിന് എത്രയേറെ രൂപ? പിന്നെ ആവശ്യത്തിന് കാശില്ലാതെ പറ്റൂ. എന്താവശ്യം? നീയും തുടങ്ങിയോ? പറഞ്ഞിട്ടോ ഞാനൊന്നും തുടങ്ങുന്നില്ല. എന്നാ വേഗം എന്നിട്ട് നടക്കും. ഇവിടെ നിൽക്കാം. ഓട്ടോറിക്ഷ വരട്ടെ, അതേ കയറിപ്പോ. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഉണ്ണിയേട്ടൻ. എങ്ങനെ? ഞാൻ പറയുന്നില്ല. എനിക്ക് മറ്റേയാളെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. എന്നെ കൂടാതെ വേറെ പയ്യൻസിനോട് പറ. പയ്യൻസും കാളൻസും ഒന്നുമില്ല. മുമ്പത്തെ ഉണ്ണിയേട്ടനായിരുന്നു എനിക്കിഷ്ടം. ഒന്നും മിണ്ടായിരിയടി. അവിടെ ഒരു വിസ്താരം. കുപ്പിയും പുകയും റെമ്മിയും. വേറെ ഒന്നുമില്ലല്ലോ. വേറെയും കാണുമായിരിക്കും. ഇല്ലെങ്കിൽ താമസിയാതെ ഉണ്ടായിക്കോളും. ആ രഘു, ഉണ്ണിയേട്ടന്റെ സ്കൂട്ടർ അല്ലേ ഇത്? വേഗം കയറടാ. അഡ്ജസ്റ്റ്മെന്റ് ആയില്ലടാ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. നാളെ ശരിയാക്കിയാ മതി. ഞാൻ പോട്ടെ. അല്ല, ഏത് പാർട്ടി? അച്ഛന്റെ നീസ. ആ, കൊള്ളാം. നീസ് അല്ലെങ്കിലും നിങ്ങൾക്ക് മധുരിക്കാൻ നല്ല ഏർപ്പാടുണ്ടെങ്കിൽ പറയാ. ഉണ്ണിയേട്ടൻ പൊയ്ക്കോളൂ. നിനക്ക് ഓട്ടോ പിടിക്കാൻ പൈസ വേണ്ടേ? വേണ്ട. വേണ്ടേ? എന്നാ ഞാൻ പോട്ടെ. പോട്ടെ. ബൈ ബൈ. വണ്ടി നിർത്തു. റിവേഴ്സ് എടുക്കൂ. എന്താ, കോളേജിൽ പോയില്ലേ? ഇല്ല, അമ്മാവിയെ കാണാൻ പോയി. ഞാൻ വീട്ടിൽ വിടാം, കയറിക്കോളൂ. വരണം ചേട്ടാ. ഇന്ന് ഇവള് കോളേജിൽ പോയില്ല. അമ്മായിയെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. ഉണ്ണി ഇന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കില്ല. ഇല്ല,
ഉണ്ണിക്ക് ഇവിടെ അതിരുവിട്ട സ്വാതന്ത്ര്യങ്ങളൊന്നും കൊടുക്കണ്ട. മനസ്സിലായോ? ഞാൻ വരട്ടെ. ചേട്ടൻ എന്ത് കാണോ? ഇപ്പൊ വേണ്ട. നീ എന്താ മോളെ ആലോചിക്കുന്നു? ഒന്നുമില്ലമ്മേ. കുടിച്ചു തീർത്ത നിയമം ലംഘിക്കാൻ പാടില്ല. ആവശ്യമുള്ളവർ മുക്കിയെടുത്ത് കുടിച്ചോളും കേട്ടോ. അത് പോയിന്റ്. എനിക്ക് 5-6 ഗ്ലാസ് ആല് കിട്ടുമ്പോ നിന്ന് ആടുന്നല്ലോ. മതിയാക്കണം. നിങ്ങളെക്കാൾ പ്രായം കൂടിയവനല്ലേ ഞാൻ. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ കുടിക്കാം. അതും ഒരു പോയിന്റ്. കിട്ടുമോ കിട്ടുമോ ഒരു പാട്ട് പാടുന്നു നല്ല രഹസ്യ ഷോ ഗാനം. പാട് കിട്ടുമ്പോ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. ആത്മവിദ്യാലയമ്മേ നിങ്ങളോട് ഞങ്ങൾ പാടാൻ പറഞ്ഞത് തെറ്റായി പോയി. നിങ്ങൾ പോയി ടേപ്പിൾ കാർഡ് ഓൺ ചെയ്യണം. ഒന്ന് സ്മാർട്ടായിട്ട് പോ കിട്ടുമാവാ. ഉണ്ണി മൂട്ടക്കാർ കണ്ടിട്ടുണ്ടോ? മൂട്ടക്കാർ ഇല്ല, കൊതുകുകാർ കണ്ടിട്ടുണ്ട്. അയ്യോ, കൊതുകുകാർ ഞാൻ കണ്ടിട്ടില്ല. വർഷാപ്പിൽ 36-66 ഒരു മൂട്ടക്കാർ വന്നിട്ടുണ്ട്. 36-66ന്റെ മുൻവശവും പിൻവശവും തിരിച്ചറിയാൻ പറ്റില്ല. ഇതേവരെ തുറന്നു നോക്കിയിട്ടില്ല. രാത്രിയില്ല എന്റെ പണി. ഞാൻ പോകാൻ തുടങ്ങുവാ.
ആരുടെയായി സാധനം? ഒരു ഫ്രണ്ടിന്റെ. വില കൊടുത്ത് വാങ്ങിയതാണോ? അല്ല, ജസ്റ്റ് ഫോർ ട്രയൽ. നിങ്ങളുടെ ഗുഹയിലെ തോന്നിവാസങ്ങളൊക്കെ എങ്ങനെയിരിക്കുന്നു? അവിടെ തോന്നിയാസങ്ങളൊന്നുമില്ല. എ ലിറ്റിൽ ഫൺ, ദാറ്റ്സ് ഓൾ. കഞ്ചാവടിയും മദ്യപാനവും ധൂർത്തും എങ്ങനെ നേരം പോക്കാകും മോനെ? വൺസ് ഇൻ എ വേ. ഇതിനൊക്കെ പണം എവിടുന്ന്? സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്. എങ്ങനെ? ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നീ ക്ലാസ്സിൽ പോകാറില്ലേ? മിക്ക ക്ലാസ്സും മഹാബോറാണ്. കഴിഞ്ഞ പരീക്ഷ എഴുതിയില്ലേ? അതെപ്പോ വേണേലും എഴുതിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. അറ്റൻഡൻസ് ഇല്ലാന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ആ പ്രിൻസിപ്പലോ? അയാളൊരു മഹാകന്യ. അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനാണ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു മസ്റ്റ്. മോനെ, മക്കളെ എപ്പോഴും ഉപദേശിച്ചും ശാസിച്ചും ശല്യപ്പെടുത്തുന്നതിൽ അച്ഛൻ വിശ്വസിക്കുന്നില്ല. കുട്ടികൾക്ക് സ്വന്തമായ ഒരു സ്വഭാവം, ഐ മീൻ എ ക്യാരക്ടർ വളർത്തിയെടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ആ നിലയിൽ നിന്നെ ഞാൻ വളർത്തി. മേ ഐ ആസ്ക് യു സംതിങ്? മോനെ, നിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നീ ചിന്തിക്കും. ശ്രീദേവി, ഞങ്ങൾ ചോറ് വിളമ്പും. വേഗമാകട്ടെ, വിശക്കുന്നു. ഉണ്ണി വരൂ. വരാമല്ലോ. സാർ, എന്റെ കാര്യം കെട്ടിയിടത്തോളം ബൗണ്ടറി പൊളിച്ചു കെട്ടിയേ പറ്റൂ. അതിൽ വിട്ടുവീഴ്ചയൊന്നും സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയല്ലേ സാർ. എനിക്ക് കുറച്ച് പണിയുണ്ട് മിസ്റ്റർ കുട്ടി. മോൻ നല്ലതും പറഞ്ഞു സാറേ. മോനോ? നമ്മുടെ ഉണ്ണിമോൻ. എന്ത് പറയാൻ? മോൻ ഒരു ആവശ്യത്തിന് എന്നെ വന്ന് കണ്ടിരുന്നു. എന്റെ കാര്യം അച്ഛനോട് പറയാമെന്നും പറഞ്ഞു. എന്ത് കൊടുത്തു? ചോദിച്ചത് കൊടുത്തു. എന്നാണ് കൊടുത്തത്? ഇന്നലെ. സംഖ്യ എത്ര? 2. പഠിത്തമൊക്കെ എങ്ങനെ? ശരിക്ക് പഠിക്കുന്നുണ്ട്. ക്ലാസ് കിട്ടുമോ? ശ്രമിക്കുന്നുണ്ട്. ഉണ്ണി കോഴ്സ് പൂർത്തിയാക്കുവാൻ തോന്നുന്നില്ല. അവനിപ്പോ നിന്നെ കോളേജിൽ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നുണ്ടോ? നമുക്കിവിടെ ഇരിക്കാം. അവൻ ചില ഏടാകൂടങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ്. അമ്മാവൻ 1/4 പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അവൻ എന്റെ പേരിൽ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഞാൻ സഹിക്കില്ല. മറ്റെന്തും ഞാൻ സഹിക്കും. അമ്മാവൻ ചിലപ്പോൾ ഒരൊറ്റ കൈ പ്രയോഗിക്കും. വീട്ടിൽ കയറണ്ടെന്ന് പറയും. നിന്നെ കാണരുതെന്നും പറയും. നീ ഇത് കേട്ടാൽ കരയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ വേദന എനിക്കറിയാം. ഞാൻ എന്ത് സഹിക്കും? എന്റെ മോൻ നന്നാകണം. അതിനുവേണ്ടി ഞാൻ എന്ത് സഹിക്കും? നീ ഒരുങ്ങിക്കും. മനസ്സിലായോ? മനസ്സിലായി. നീ ദുഃഖിക്കും. എല്ലാം നേരെയാകും. ഞാൻ നേരെയാക്കും. വരും.
വരും മോളെ, അമ്മായിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വാ. നിനക്കിപ്പോ ഉണ്ണിയെ തീരെ ഇഷ്ടമല്ലെന്ന് കേട്ടല്ലോ. ശരിക്കാണോ? ആരാണ് പറഞ്ഞത്? അങ്ങനെ കേട്ടു. അമ്മാവൻ പറഞ്ഞതാണെങ്കിൽ നേരാണ്. അമ്മാവൻ അങ്ങനെ പറയുമോ? എനിക്കിഷ്ടമല്ലെന്ന് ഉണ്ണിയേട്ടനാണ് പറഞ്ഞതെങ്കിൽ കള്ളമാണ്. എനിക്ക് ഇത്രയും കേട്ടാൽ മതി. അതിനുവേണ്ടിയാണ് അമ്മായും വന്നത്. അവൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവനെ വെറുക്കാതിരുന്നാ മതി. ഞാനൊരു കാര്യം നിശ്ചയിച്ചു. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം. അപ്പോ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരും. അമ്മാവൻ തീരുമാനിക്കട്ടെ. അയ്യേ, ഇതെന്ത് പടമാ? മുണ്ടുമില്ല, കോണാനുമില്ല. ഒരുമാതിരി നമ്പർ പ്ലേറ്റും ബോണറ്റും ഇല്ലാത്ത കാറ് പോലെ. നിന്നോട് ആര് പറഞ്ഞു എടുക്കാൻ? ഇവിടെ ഉണ്ണി ഈ മണിക്കൂർ എന്റെ ബുക്കെടുത്ത് ചീത്തേക്കേച്ച. ഞാൻ പടം നോക്കുകയായിരുന്നു അമ്മാവാ. ഇതാ നോക്കി. നീ എന്തിനാണ് അവന്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത്? ഞാൻ പടം കാണുകയായിരുന്നു. എല്ലാം വൃത്തികെട്ട പടങ്ങൾ. ഇവിടെ കാണട്ടെ. നീ കാണണ്ട. നിന്റെ കോളേജിൽ റാഗിങ്ങോ മറ്റോ ഉണ്ടായെന്ന് കേട്ടല്ലോ. അച്ഛനെന്തിനാ ഇതൊക്കെ തിരക്കുന്നത്? നിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അയാൾ അങ്ങനെയൊക്കെ പറയും. നിൽക്ക്. കോൺട്രാക്ടർ KM കുട്ടിയോട് നീ രൂപ വാങ്ങിയോ? വാങ്ങി. എത്ര വാങ്ങി? 2 മണീസ്. എങ്ങനെ കൊടുക്കും? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? ഇത്രയുടെ പ്രോബ്ലം. അതൊരു പ്രോബ്ലം അല്ല. വേറെ ആരോടെല്ലാം രൂപ വാങ്ങിയിട്ടുണ്ട്? അങ്ങനെ കണക്കൊന്നുമില്ല. പിന്നെ ആ കുട്ടിയൊക്കെ പാവങ്ങളാ. അച്ഛൻ അവരെ സഹായിക്കണം. നിനക്ക് ഇന്ന് സ്വാതന്ത്ര്യം നീ ദുരുപയോഗപ്പെടുത്തി. നിന്റെ കടമകൾ നീ മറന്നു. നിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു. നിന്നെ സ്നേഹിക്കുന്നവരെ നീ വേദനിപ്പിക്കുന്നു. അച്ഛനൊരു പഴഞ്ചനാണ്, അതുകൊണ്ട് തോന്നുന്നത്. നീ തെറ്റ് തിരുത്തില്ലേ? എന്ത് തെറ്റ്? ഒന്നുമില്ല. നിശ്ചയമാണോ? അതെ. ഉറപ്പാണല്ലോ? അതെ. ഉണ്ണിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം. ശബ്ദിക്കരുത്. Get out. എനിക്ക് സ്കൂട്ടർ വേണ്ട. ഹലോ ഡോക്ടർ ഗോപി, ഞാൻ കേശവ് പണിക്കർ.
നിശാ മനോഹരി മമ മമ മ വികാരമഞ്ജരി ദേവസുന്ദരി പാപ്പ പാപ്പ പ നിശാ മനോഹരി മമ മമ മ വികാരമഞ്ജരി ദേവസുന്ദരി ചുണ്ടുകൾ ചുണ്ടുകൾ പാപ്പ പാപ്പ പ നിശാ മനോഹരി മമ മമ മ വികാരമഞ്ജരി ദേവസുന്ദരി രാത്രി സ്വർഗീയ രാത്രി ഞാനിന്നു നേടി മോഹമധു പൂവല്ലിയാടി ലോലതനു വരു വിലാസിനി മമ മമ മ സുഹാസദായിനി ചന്ദ്രശോഭിനി ചാരുരൂപിണി വാ നിശാ മനോഹരി വികാരമഞ്ജരി ദേവസുന്ദരി നിൻ ചുണ്ടുകൾ തേൻ ചെണ്ടുകൾ മനോഹരി മമ മമ മ ദേവസുന്ദരി കണ്ണിൽ വീഴുന്നു ഞങ്ങൾ നീയൊന്നു പാടൂ രാഗമയേ ഞാൻ കൂടെ ആടാം പ്രേമമയേ വീഞ്ഞുള്ള കണ്ണിൽ വീഴുന്നു ഞങ്ങൾ നീയൊന്നു പാടൂ രാഗമയേ ഞാൻ കൂടെ ആടാം പ്രേമമയേ മഞ്ജുഭാഷണി ഹംസഗാമിനി നിശാ മനോഹരി മമ മമ മ വികാരമഞ്ജരി ദേവസുന്ദരി ചുണ്ടുകൾ തേൻ ചെണ്ടുകൾ നിശാ മനോഹരി മമ മമ മ വികാരമഞ്ജരി ദേവസുന്ദരി ഇങ്ങോട്ട് ആരോ വരുന്നുണ്ട്. നീ ആ പെണ്ണിനെ കേട്ടത് പെണ്ണിനെ വായിക്കണ നീ ബുക്ക് പിടി അയ്യോടാ നീ ആയിരുന്നോ പരിപാടി മുഴുവൻ പൊളിച്ചല്ലോടാ പൊളിയുന്ന എന്തിന് നമുക്ക് തുടരാം എന്താ ഉണ്ണിയൊരു മൗനം മൂക്കിൽസുമായിട്ട് പിണങ്ങി. ഗെറ്റ് ഔട്ട് ആക്കിയോ ഇനി ഏതായാലും ഞാൻ വീട്ടിലേക്കില്ല. നിനക്ക് വട്ടുണ്ടോടാ നാളെ ആ ഓൾഡ് മാൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകും ഇല്ല, ഞാൻ പോവില്ല. ഓൾഡ് മാൻ ഷുഡ് ബി ഹാൻഡിൽഡ് പ്രോപ്പർലി കറവപ്പശു പോയാലേ പാലൂടി മുട്ടും നമ്മുടെ മെയിൻ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ തന്തയാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്യാം. ഐഡിയ അതിന് നീ എന്നാ ഭാഗം? ഞാൻ ഉണ്ണിയുടെ ഭാഗം. അങ്ങനെയാണെങ്കിൽ തന്തയാരെ ഞാനായിക്കോളാം. ശരി, ഓക്കെ. എന്നാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു. റെഡി സ്റ്റാർട്ട്. റെഡി സ്റ്റാർട്ട് ആക്ഷൻ. പ്രിയപ്പെട്ട പിതാവേ, കഴിവൊരു മലയാളം പറയടാ. അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല, ആണെന്നൊന്ന് വിചാരിക്കേ. നീ ഇടപെടരുത്. ഇത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമാണ്. എടാ, എന്നോട് ഇങ്ങനെയൊക്കെ പറയാോ? ഞാൻ ഒരു ഡയറക്ടർ അല്ലടാ. അല്ല, തള്ളക്കോഴി വേണ്ട. ഇറ്റ്സ് ഇറവലന്റ് ആൻഡ് ഇമ്മെറ്റീരിയൽ. നോ, വേണം. ഞാൻ തള്ളക്കോഴി. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. ഇല്ല, ചെറുക്കിന് മാപ്പ് കൊടുത്താട്ടെ.
അച്ഛനും അമ്മയും കൂടി സൂചിച്ചപ്പോ സംജാതനായ ഓമന ഉണ്ണിയല്ലേ അച്ഛൻ ഞാൻ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ജനിച്ചത് എന്റെ ആവശ്യപ്രകാരമല്ല. മോളെ ബസ്സിൽ പോയാ മതി കേട്ടോ. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. എന്താ ശീതര? അമ്മാവന് ആക്സിഡന്റ് പറ്റി. പറഞ്ഞു ഇല്ല, ഇന്നലെ രാത്രി കോവിഡ് ഡോക്ടർ കാറോയാന്ന് അമ്മാവനെ ആശുപത്രി കൊണ്ടുപോയി. ഹാർട്ട് അറ്റാക്ക്. അയ്യോ ഇനി ബോധം തെളിഞ്ഞിട്ടില്ല. മോളെ ഉണ്ണിയെ വിവരം അറിയിക്കണേ. രഘു വന്നല്ലോ. നീ വരുന്നില്ലേ? ഇല്ല. എനിക്കരാ വാ വാ. ഉണ്ണിയുടെ പ്രശ്നം എന്തായി? അത് അവൻ തന്നെ തീരുമാനിക്കണം. 2 ദിവസം കൂടെ കാക്കാം. അത് പറ്റില്ല. പല്ല് കേൾക്കാനുള്ള പശ പോലും അവന്റെ ഇല്ല. ഓൾഡ് മാനെ കൈകാര്യം ചെയ്യാൻ നമ്മളോട് അവനെ സഹായിക്കണം. തന്തമാരുടെ കാര്യത്തിൽ യൂണിവേഴ്സലായി ഒരു നിയമമേ ഉള്ളൂ. ഹാൻഡിൽ വിത്ത് കെയർ. ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാം. ഉണ്ണി, യു മസ്റ്റ് ഗോ ടു ഹിം. അതിന് നീ എന്തിനു നിർബന്ധിക്കുന്നു? നമുക്ക് പോവാം. പോവാം. പറ്റേ പോട്ടേടാ. എനിക്ക് വരാൻ കൊള്ളാവുന്ന സ്ഥലമല്ലെന്ന് മനസ്സിലായി. ഉണ്ണിയേട്ടനെ അത്യാവശ്യമായി കാണേണ്ടതുണ്ടായിരുന്നു. എന്തിന്? ഇന്നലെ രാത്രി അമ്മാവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആരോഗ്യ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പോകാം. ഞാൻ വരുന്നില്ല. ഇപ്പൊ വരും. വരില്ല. ഉണ്ണേട്ടാ, നീ പോടി. പോകാൻ പറഞ്ഞില്ലേ? അമ്മായി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ എന്ത് പറയണം? വരില്ലെന്ന് പറയണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഹലോ, ആരോഗ്യ നഴ്സിംഗ് ഹോം അല്ലേ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവ പണിക്കരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനാണ്. താങ്ക്സ്. അച്ഛന്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ അവൻ വരാതിരിക്കില്ല. പാർവതി മോൾ അന്വേഷിച്ചിട്ട് അവനെ കണ്ടില്ലേ? ഇല്ല. ഉറക്കമാണോ?
ആ ഇനി കുഴപ്പമൊന്നുമില്ല. അധികം സംസാരിക്കരുത്. അമ്മ വീട്ടിൽ പോയി കുളിക്കും, ആഹാരം കഴിക്കും, എന്തെങ്കിലും ചെയ്യും. ഇവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്നാ മതി. വരട്ടെ. അമ്മാവിയും അമ്മയും കൂടെ വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. മോളെ, അമ്മായി വീട്ടിൽ പോയിട്ട് വേഗം വരും, നോക്കിക്കൊള്ളണേ. ഒന്നും പേടിക്കണ്ട, പതുക്കെ വന്നാ മതി. ഉണ്ണി, നീ ഇങ്ങനെ ഇവിടെ കൂനി പിടിച്ചിരുന്നാലെങ്ങനെ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോ ഒരു സെക്കൻഡ് ഷോ സിനിമയും കാണും. ഉണ്ണി, നീ നിന്റെ മൂപ്പിൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. പണമില്ലാതെ എങ്ങനെടാ? ഉണ്ണി, ഗുഹയിലെ ചെലവിൽ കഴിഞ്ഞ മാസത്തെ നിന്റെ ഷെയർ ഇതേവരെ കിട്ടിയിട്ടില്ല. എന്റെ പൈസ മുഴുവൻ തീർന്നു. പിന്നെ സമയായി, നമുക്ക് പോവാം. ആ, ഞങ്ങൾ പോകുന്നു. അപ്പൊ ശരി, ഓക്കെ. കുഞ്ഞെ, പുറത്തു പോയി വല്ലതും കഴിക്കണം. ഇവിടെ ഒന്നുമില്ല. വീട്ടിൽ പോകാൻ തിരക്കായോ? അസുഖം മാറിയിട്ട് പോയാൽ മതി. അസുഖം മാറാതെ ഞാൻ വിടുകയുമില്ല. ഇവൾ ക്ലാസ് മുടക്കിയിരിക്കുകയാണ്, അതേ ഉള്ളൊരു പ്രയാസം. ക്ലാസ് ഒന്നും മുടക്കണ്ട, ഇനി ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. പിന്നെ ക്ഷോഭം വരാതെ സ്വയം നിയന്ത്രിക്കണം. ഒന്നും സാരമില്ലെന്ന് കരുതണം. ഞാനും അങ്ങനെ കരുതിയിരിക്കുകയാണ്. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ണിയോടുള്ള നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് വേണോ? വേണം. അവന് വാശിയേറണം. എന്നെ തോൽപ്പിച്ചുകൊണ്ടെങ്കിലും അവൻ വിജയിക്കണം. യു ഡോണ്ട് വറി ഗോപി. അവൻ നന്നായി കണ്ടിട്ടേ ഞാൻ മരിക്കൂ. ഉണ്ണിക്ക് പഠിത്തം തുടരാൻ പൈസ വേണ്ടേ? അവനത് സമ്പാദിക്കണം. ഹൗ? ബൈ വർക്കിംഗ്. ജോലി ചെയ്ത്, വിയർത്ത് ജോലി ചെയ്ത് സമ്പാദിക്കണം. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ കേൾക്കാതെ എനിക്ക് ഗോപിയോട് സംസാരിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ഉണ്ണീട്ടാ, അമ്മാവൻ വീട്ടിൽ വന്നു. അമ്മയും ഞാനും ഉണ്ണിയേട്ടന്റെ വീട്ടിലാണ്. എനിക്ക് വീടില്ല. ഞാൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ, അതേ ഉദ്ദേശിച്ചുള്ളൂ. അമ്മാവിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. മറ്റാർക്കും ഇല്ലല്ലോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് ദുഃഖമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുക. എങ്ങോട്ട്? എവിടെയെങ്കിലും. അപ്പൊ പഠിത്തം മതി. എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അച്ഛനെ പോയി കാണണം. മനസ്സില്ല. ഉണ്ണേട്ടനെ സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാകുമോ? തൂങ്ങിച്ചയാനൊന്നും ഞാനില്ല, പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. കണ്ണീർ കാണുന്നത് എനിക്കിഷ്ടമല്ല. ക്ഷണിക്കാതെ വരുന്നതാണ് ഉണ്ണിയേട്ട. ക്ഷണിച്ചേക്ക്. ഉണ്ണിയെ കണ്ടു മോളെ? കണ്ടു. അവൻ ഇങ്ങോട്ട് വരുമോ? വരില്ല.
അവൻ എങ്ങനെ ഇരിക്കുന്നു മോളെ? വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. കണ്ടിട്ട് സങ്കടം തോന്നുന്നു. അവനും പഠിക്കട്ടെ ഒരു പാഠം. അമ്മാവൻ വരാൻ പറഞ്ഞെന്ന് നീ പറയാത്ത എന്താ മോളെ? അമ്മാവൻ പറയാതെ ഞാൻ എങ്ങനെയാ അമ്മാവി പറയുന്നത്? ആരും ഒന്നും പറയണ്ട, ഞാൻ കുടിച്ചോളാം കണ്ണീര്. ദേവി സങ്കടപ്പെടാതെ. ചേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചു കാണും. ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ. ചേട്ടന് ഉണ്ണിയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര മനക്കെട്ടിയാണ്. അവനെ പെറ്റ വയറിന്റെ വേദന എനിക്കല്ലേ അറിയൂ. എത്ര വിചാരിച്ചിട്ടും എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അതാണ് ഏറെ സങ്കടം. കൈവിട്ടു പോയാ പോയില്ലേ. രണ്ടാമതൊന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയെന്ന് വെക്കാമായിരുന്നു. ഞാൻ പോയി വിളിക്കും അവനെ. അതുവരെ കളിക്കും എല്ലാരും. ദേവി, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. എനിക്കൊന്നും വേണ്ട, നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചോണ്ടാ മതി. എന്റെ മോൻ അവിടെ പട്ടിണി കിടക്കായിരിക്കും. നമസ്കാരം. സുഖമാണല്ലോ എല്ലാവർക്കും? അസുഖമൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. നമസ്കാരം. ഇപ്പൊ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. സാറ് ബോധമില്ലാതെ കിടന്നപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിന് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വഴിപാടിന് കൊടുത്തയച്ചിരുന്നു. നിങ്ങളുടെ ബില്ലുകളെല്ലാം കഴിയും വേഗം ശരിപ്പെടുത്താം. സന്തോഷമായി. വളരെ നന്ദി സാർ. ഗുരുവായൂരപ്പൻ സാറിന് ദീർഘായുസ് നൽകട്ടെ. ആ, മിസ്റ്റർ കുട്ടി എന്റെ മകന് 2000 രൂപ കൊടുത്തല്ലോ. കിടപ്പായി പോയതുകൊണ്ട് മടക്കി തരാൻ വൈകി. ക്ഷമിക്കണം. ഞാനത് സാറ് പറഞ്ഞിട്ട് കൊടുത്തതല്ലോ. അവൻ എന്റെ മകനായതുകൊണ്ടല്ലേ കൊടുത്തത്. വാങ്ങിക്കൂ. ഞങ്ങൾ തമ്മിലുള്ള ഇടപാട്. വിശദീകരണമൊന്നും വേണ്ട. കൂടുതൽ കർശനമായ ഭാഷയും നടപടിയും സ്വീകരിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. വാങ്ങിക്കൂ. നിങ്ങളിൽ മറ്റാരോടെങ്കിലും ഉണ്ണി പണമോ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയണം. അവധി കഴിഞ്ഞ് ഞാൻ ആദ്യമായി ഓഫീസിൽ എത്തിയാണ്. കൂടുതൽ ജോലി വേണം. നീ ഇങ്ങനെ കറങ്ങി ഇറക്കാതെ നിന്റെ മൂപ്പിസിനെ കണ്ട പ്രശ്നം പരിഹരിക്കണം. പണമില്ലാതെ എങ്ങനെയാടാ? യു മസ്റ്റ് സെറ്റിൽ ഇറ്റ് വിത്ത് യുവർ ഓൾഡ് മാൻ. ഗുണയിലെ ചിലവിന്റെ പണം ഉടനെ വേണം. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഡബിൾ നോ ദമ്പടി. ഓക്കെ, തന്തയാരെ കണ്ട് കാശും മേടിച്ചോണ്ട് വാ. എന്താ നോക്കിയിരിക്കുന്നത്? ചെല്ലേ. എനിക്ക് ഫീസ് കൊടുക്കണം. കൊടുത്തോളൂ. ചെലവിനും രൂപയില്ല. ഉണ്ടാക്കിക്കോളൂ. പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. രൂപ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് അവസാനമാക്കണോ? ഏറ്റവും ഒടുവിലത്തെ വാക്ക്. നിന്റെ തെറ്റ് കഴിഞ്ഞ് നിനക്ക് ബോധ്യമാവാതെ, അത് ആവർത്തിക്കില്ലെന്ന് നീ പറയാതെ
കാൽ കാശ് ഞാൻ തരില്ല. കുമ്പസാരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നിന്നെ മകനായി കാണാൻ എനിക്കും സാധ്യമല്ല. എന്റെ സാധനങ്ങളൊക്കെ എടുക്കാവോ? ആ സ്കൂട്ടർ ഒഴിച്ച്. സ്കൂട്ടർ ഞാൻ കൊണ്ടുപോകും. അവന്റെ മുറിയിലേക്ക് പോയി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവാനുഗ്രഹം തന്നെ. ചേട്ടൻ അവനോട് ദേഷ്യപ്പെടരുതേ. അതെ. ഉണ്ണി, എന്താ മോനെ ഇത്? നീ ഇതെല്ലാം എടുത്തോണ്ട് ഞാൻ എന്നേക്കുമായി പോവുകയാണ്. ഇനി ഈ നശിച്ച വീട്ടിലേക്ക് ഞാനില്ല. നീ എന്താണ് ഈ പറയുന്നത്? ഭ്രാന്ത് പറയരുത് ഉണ്ണി. എന്റെ മോൻ ഇവിടെ നിന്ന് പോകരുത്. അത് അമ്മ പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ പറയട്ടെ. പറയൂ, മോനോട് പോകരുതെന്ന് പറയൂ. ചേട്ടാ, ഒന്ന് പറയണം ചേട്ടാ. അവന്റെ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് അവൻ പറഞ്ഞാൽ ഞാൻ എല്ലാം ക്ഷമിക്കാം. പറയൂ മോനെ, നിന്റെ അച്ഛനോടനെ മാപ്പ് പറയൂ. ഞാൻ പറയില്ല. തെറ്റും ശരിയും ഞാൻ നിശ്ചയിക്കും. പക്ഷേ ആരുടെയും കാൽക്കൽ വിടാൻ എന്നെ കിട്ടില്ല. ഞാൻ പുതിയ തലമുറയിൽപ്പെട്ടവനാണ്. ഞാൻ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ടവനാണ്. മനസ്സിലായി. കൂടുതൽ സംസാരിക്കണമെന്നില്ല. എടാ, മക്കൾ ഉണ്ടാക്കിയപ്പോൾ അവരെ മനസ്സിലാക്കി. എന്ത് പറഞ്ഞടാ? അമ്മയുടെ സമ്മാനം കിട്ടി. ഞാൻ പോകുന്നു. മേലിൽ എന്നെ കാണില്ല. സ്കൂട്ടർ ഞാൻ കൊണ്ടുപോകുന്നു. കഴിയുമെങ്കിൽ തടയാം. അയ്യോ ചേട്ടാ. സരസ്വതി, വെള്ളം. അയ്യോ, എന്ത് പറ്റി? ഈ രൂപ മാറി ആ ടാക്സി കൂലി കൊടുത്തു വിടണം. അദ്ദേഹത്തെ ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെക്കണം. ഓ, നായകൻ വന്നല്ലോ. അവനവന്റെ തന്തയാരെ കീഴടക്കി വിജയക്കൊടി പാർപ്പിച്ചെത്തിയിരിക്കുന്നു. ഇനി ഓടുന്നതിന്റെ കളിയുള്ളൂ. എന്റെ കുടിശ്ശിക എത്രയാ? 400 രൂപ. ഇങ്ങോട്ട് അളിയൻ ഇപ്പോഴാണ് ബുദ്ധി തെളിഞ്ഞത്. ഓപ്പറേഷൻ അച്ഛനുമായി പൂർണ്ണമായി തെറ്റി. ഞാൻ എന്റെ സ്കൂട്ടർ വിറ്റു. തന്തയാൾ നിന്നെ പുറത്താക്കിയോ? തെണ്ടിയാനാൽ സകല കലാകാരെയും വെള്ളം കുടിപ്പിച്ച് വഴിയാവരായി കഴിഞ്ഞു. കടൽ കഴിവൻ. എന്താടാ? ഇനി മേലാൽ എന്റെ അച്ഛനെ അങ്ങനെ പറയരുത്. നിന്റെ ഒരു അച്ഛൻ പന്ന റാസ്കൽ. രഘു, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്ത് പരീക്ഷിക്കാനാ? കാച്ചിക്കളാത്തടാ തെണ്ടി റാസ്കലിനെ. എന്റെ അച്ഛൻ തെണ്ടി റാസ്കലാണോ? ചേട്ടല്ലേ? ഞാൻ രഘു പോട്ടെ, സാരമില്ല. അവനവന്റെ മനപ്രയാസം കൊണ്ട് ചെയ്തു പോയതല്ലേ. നീ പോടാ. രഘു, വേണ്ട രഘു, വേണ്ട.
കിടന്നോളൂ. തലയ്ക്കാണോ മുറിവ്? ഉണ്ണി 3-4 ദിവസം ഇവിടെ കിടക്കണം. ഹെഡ് ഇഞ്ചുറി അല്ലേ, കെയർഫുൾ ആയിരിക്കുന്നതാണ് നല്ലത്. അത് കോഴ്സ് കഴിയാറായോ? ഇത് ഫൈനൽ ഇയറാ. അപ്പൊ മുറിവ് ഉണ്ടാക്കാനല്ല, അറ്റൻഡ് ചെയ്യാനോ അറിയാവുന്ന ആള് തന്നെ. ഞാൻ വരട്ടെ. പിന്നെ അവിടെ നടന്നതൊന്നും അമ്മായിയോട് പറയരുത്. ഇല്ല. പറയരുത്? എന്തോന്ന് പാർവതി, എന്തെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പാർവതിയാണ് സത്യം ഞാൻ പറയും. വാ. പോരെ? പറയല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, ചുമ്മാ ഇരി. അവനെ കണ്ടോ? കണ്ടു. അവൻ എവിടെ? ആ വീട്ടിൽ. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ ചിലത് സംസാരിച്ചിട്ട് പോന്നു. ഒരു ദിവസം അവൻ എന്റെ കണ്ണു മുമ്പ് കിട്ടും. അപ്പൊ ഞാൻ പറയിപ്പിക്കുന്നുണ്ട് അവനെ കൊണ്ട്. അവന്റെ അച്ഛൻ അവന് നിസ്സാരനായിരിക്കും, പക്ഷെ എനിക്ക് അദ്ദേഹം ദൈവമാണ്. എന്താണ് ശ്രീധര? എന്റെ അമ്മായി എന്ത് രസമായിരുന്നു. കാര്യം പറയടാ. കാര്യം ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഭയങ്കര ഇടി. ഡിഷും ഡിഷും ആ ഡിഷും 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 ആ. എനിക്കിപ്പോ എന്റെ മോനെ കാണണം. എല്ലാവരും കൂടി അവന്റെ തല അടിച്ചു പൊടിച്ച് ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്നു. എനിക്കിപ്പോ അവനെ കാണണം. വരുന്നുണ്ട് എന്റെ കൂടെ? ഇല്ല. എനിക്കിപ്പോ അവനെ കണ്ടേ വെക്കൂ. ഞാൻ പെറ്റ തള്ളയല്ലേ. അവൻ എത്ര ചീത്തയാലും അവൻ എന്റെ മോനാണ്. അവന് കൂടുതലായിരിക്കും. ഒരു ചെറിയ മുറിവേ ഉള്ളൂ അമ്മായി. നീ നേര് പറയുമോ? എന്റെ മോന്റെ തല പൊട്ടി കീറിട്ട് നീ എന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്ക് ഭയങ്കര മെനക്കെട്ടിയാ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പോവും. എന്റെ അനുഭവത്തോടെ പോണ്ട. എന്നെ രക്ഷിക്കണം, എന്റെ മോനെ രക്ഷിക്കണം. എന്താണ്? മാർഗ് തിരുത്തി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചതിന് കുറെ കുട്ടികളെ പുറത്താക്കിയല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മോൻ രഘുവുണ്ട്. സിമെന്റിൽ മായം ചേർത്തതിന് നടപടി ഉണ്ടായില്ല, മാർക്കിൽ മായം ചേർത്തതിന് നടപടി ഉണ്ടായി. എന്നെയും മോനെയും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നു. പ്രിൻസിപ്പലിനെ സാറിന് പരിചയമുണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ. ഞാൻ പറയില്ല പത്മനാഭപിള്ളേ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, പണം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കാമെന്നുള്ള ഏർപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. പണത്തിന്റെ മുഷ്കുകൊണ്ട് സാങ്കേതിക കോളേജിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളെ കൂടി നശിപ്പിക്കുന്നത്. അവരുടെ പേരിൽ ഇപ്പോഴെങ്കിലും നടപടിയെടുത്ത് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സാർ എങ്ങനെയെങ്കിലും മിസ്റ്റർ പത്മനാഭപിള്ളയ്ക്ക് പോകാം. ഓ, നീയോ? എന്തായത്? ബ്രെഡും ഓറഞ്ചും. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം. ഏതായാലും ഞാനിത് തിരിച്ചുകൊണ്ടുപോകാൻ പോകുന്നില്ല. ഞാൻ ഈ നാട് വിടാൻ തീരുമാനിച്ചു. ഞാനും കൂടെ വരാം. എന്റെ അമ്മാവന്റെ അനുമതിയില്ല നീ വരുമോ? എന്റെ അമ്മാവൻ ചേട്ടന്റെ ആരാണ്? അയാൾ എന്റെ ആരുമല്ല. മറ്റൊന്ന്, എത്രയും വേഗം എനിക്ക് നിന്നെ വിവാഹം കഴിക്കും. എന്തു പറയുന്നു? യെസ് ഓർ നോ? എന്താണ് സംശയം? നിന്റെ അമ്മാവന്റെ അനുവാദം കൂടാതെ നീ സമ്മതിക്കൂ? അമ്മാവന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഈ കണ്ണീര് കാണുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്കിപ്പോ പോകാമെന്ന് ചോദിക്കാമായിരുന്നു. കോളേജിൽ നിന്ന് റെമിഷൻ വാങ്ങിയെങ്കിലും എവിടെയെങ്കിലും പോയി ഒരു ജോലി ഉണ്ടാക്കണം. എന്നിട്ട് വേണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. എന്ത് ജോലി? എന്ത് ജോലിയും ചെയ്യും. എങ്കിൽ ഇവിടുത്തെ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇവിടെ എന്തെങ്കിലും. ഓ, പഠിപ്പ് മുഴുമിപ്പിക്കാത്ത എന്നെ ഇവിടെ എന്തിനാ? ഇവിടെ ആയാൽ കോഴ്സ് മുടക്കാതെ കഴിയുമല്ലോ. ഡോക്ടർ വിചാരിച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. എങ്ങനെയുണ്ട്? ഓൾ റൈറ്റ്. എനിക്കെപ്പോ പോവാ? അത് ഞാൻ പറയാം. എനിക്ക് ഡോക്ടറോട് രഹസ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്.
നൗ whenever you are free. എന്നെ നിയമിച്ചു. നേരോ? കോഴ്സ് കഴിയുന്നവരെ മാനേജ്മെന്റ് സ്കെയിലിൽ ചെറിയ ജോലി, ജീവിക്കാനും പഠിക്കാനും മാന്യമായ ശമ്പളം. ആ ഡോക്ടർ എന്ത് നല്ല മനുഷ്യനാണ്. ഇന്ന് ജോലി കിട്ടിയല്ലേ, നിന്നെ ഒന്ന് ചികിത്സിക്കട്ടെ വെച്ചേ. ഞാൻ അടുത്ത് പഠിക്കാം. ഗാനാമൃതം നീ തൂകിവ സംഗീതരഞ്ജിനി, ഈ ജീവിതം രാഗോത്സവം മന്ദാരഹാസിനി, മോഹങ്ങളിൽ തേൻ തന്നു നീ ശൃംഗാരവാഹിനി, ലതികേ ഉണരൂ എൻ മനസ്സിൽ നീ പടരൂ, ലഹരി നുരയും ലഹരി നിന്നെഞ്ചിലും നീ വാഴുമെന്നെഞ്ചിലും. മൃദുലേരത്തിലോളെ കണ്ണിൽ ഒളി നീയേ, ലഹരി നുരയും ലഹരി നിന്നെഞ്ചിലും നീ വാഴുമെന്നെഞ്ചിലും.
ഡോക്ടർ, എന്താ? ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി വിളിക്കും അവനെ. ഇങ്ങനെയുണ്ടോ ഒരു കാര്യം? അവൻ സ്വന്തം നിലയിൽ ജോലി ചെയ്ത് രൂപ ഉണ്ടാക്കി പഠിക്കുന്നു, പഴയ കൂട്ടുകെട്ടുകളും വിട്ടു. എന്നാലും വിളിക്കില്ല എന്ന് വെച്ചാ അവൻ വല്ലത് ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ ആർക്കറിയാം. എന്താ എന്താ എഴുന്നേറ്റത്? വിശപ്പില്ല. തൂക്കിയെടുത്ത് കഴിഞ്ഞ കണക്കിലാണ് ആഹാരം. അത് മുടങ്ങിയാലും എടാ മിണ്ടാനും വയ്യെന്ന് വെച്ചാൽ എങ്ങനെയാ? അല്ല ഞാനിപ്പോ വല്ലതും പറഞ്ഞു? ആകെ ഒന്നേ ഉള്ളൂ. അല്ല അവനും വിചാരിക്കണമല്ലോ അച്ഛനല്ലേ പറഞ്ഞതങ്ങ് ക്ഷമിക്കാമെന്ന്. അതും പറയണമല്ലോ. അവൻ എവിടെയാ മോളെ താമസിക്കുന്നത്? ഇപ്പോ ഹോസ്പിറ്റലിലെ ഒരു മുറിയിലാണ്. ഒരു വീടെടുക്കണമെന്ന് പറയുന്നത് കേട്ടു. അമ്മാവ MBBSന്റെ റിസൾട്ട് വന്നു. ഉണ്ണിയേട്ടന് ക്ലാസ് ഉണ്ട്. ഓഹോ, എന്റെ മോൻ പിഴച്ചു പോയി ഒന്നുമില്ല. ഇനിയെങ്കിലും പോയി അവനെ വിളിക്കരുതോ? ഞാൻ പോയി വിളിക്കില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരും. ആകാശം ഇടിഞ്ഞു വീണാൽ ശരി എന്റെ മോനെ ഞാൻ വിളിക്കും. ഓ, അത് നിന്റെ ഇഷ്ടം. ഇത്തരം പിടിവാശം ഒന്നും ആർക്കും നല്ലതല്ല. എനിക്ക് എന്റെ മോനെ കാണാൻ അര നിമിഷം പോലും കഴിയാൻ വയ്യ. വിളിച്ചാൽ അവൻ വന്നില്ലെങ്കിലോ? പിന്നെ ഇല്ലേ, എനിക്ക് സംശയമില്ല അവൻ വരും. ഞാൻ മുലമെടുത്ത് വളർത്തിയതാണ് അവനെ. എപ്പോഴാണ് എന്റെ കണ്ണടയുന്നതെന്ന് അറിയില്ല. അവനെ കാണാതെ അവന് വിളമ്പി കൊടുക്കാതെ എനിക്ക് കഴിയാൻ സാധിക്കുന്നില്ല. ആര് തടഞ്ഞാലും ശരി ഞാൻ പോവും. ഞാൻ തന്നെ വിളിച്ചോണ്ട് വരും. അവന്റെ അച്ഛനോട് അവനെ കൊണ്ട് എന്നെ മാപ്പ് പറയിക്കും. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എന്റെ കൂടെ അവിടെ വരെ വരണം. പാറോ, കഥ കാണിക്ക. അമ്മ വരും. അമ്മ എന്തിനാണ് കരയുന്നത്? എനിക്കിവിടെ സുഖമാണ്. അതെ, നിനക്കിവിടെ സുഖമാണ്. അച്ഛനും അമ്മയില്ലാത്ത സുഖം. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ഞങ്ങൾ കൊല്ലും. എന്നിട്ട് അച്ഛൻ അവിടെയും മോൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്കിത്ര വിഷം തരണം. അത് മാത്രം പറ്റില്ല. മറ്റെന്തും തരാം. എന്നാ നീ ഇപ്പൊ എന്റെ കൂടെ വരണം. അതും പറ്റില്ല. എന്നാ ഞാൻ ഇവിടുന്ന് പോവില്ല. വളരെ സന്തോഷം. അമ്മ എങ്ങും പോകണ്ട. ഞാൻ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കാം. അമ്മാവൻ നീ നിന്റെ അമ്മയോടെ ഉണ്ടല്ലോ. അത് മതിയോ? അത് മതി. എത്രയും വേഗം നിന്നെ ഞാൻ വിവാഹം കഴിക്കും. അത് കഴിഞ്ഞാൽ നീയും എന്റെ വീട്ടിലേക്ക് പോയി. വിവാഹത്തിന്റെ തീയതി തീരുമാനിക്കട്ടെ. തടസ്സമുണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം. ഉണ്ണി, നീ ഇങ്ങനെ എല്ലാവരും ധർമ്മസങ്കടത്തിലാക്കരുത്. അവൾക്കും ചിലരോടൊക്കെ ചോദിക്കാനില്ലേ? എനിക്കാരോടും ചോദിക്കാനൊന്നുമില്ല. ഒരാഴ്ചക്ക് എന്നെ വിവരം അറിയണം. അമ്മേ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ആ വാടക വീടിന്റെ താക്കോല് വാങ്ങിയിട്ട് ഉടനെ വരാം. മോളെ, മോളിന്നോണ്ട് വിഷമിക്കണ്ട. എല്ലാം ശരിയാ. അമ്മായി, ഞാൻ കുറച്ചു ദിവസം ഉണ്ണിയുടെ കൂടെ താമസിക്കാം. എങ്കിലും എല്ലാ കാര്യങ്ങളും ശരിയാവും. മോള് അമ്മാവനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. കൃത്യസമയത്ത് ആഹാരവും മരുന്നൊക്കെ കൊടുക്കണം. ദേവി മകന്റെ കൂടെ താമസമാക്കിയല്ലേ? ഉണ്ണീട്ടൻ വാടകയ്ക്കൊരു വീടെടുത്തു. അമ്മാവി കുറച്ചു ദിവസം. ശ്രീദേവി, ആരെയും കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മോളെ, അമ്മാവന് വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഇല്ല. എന്നോട് ദേഷ്യമായിരിക്കും. ഏയ്, ദേവിയോട് ഒരു ദേഷ്യമില്ല. എന്റെ കാര്യം വല്ലതും പറയാറുണ്ടോ? ഉണ്ട്. ഞാനങ്ങോട്ട് വന്നാലോ? പോകാം. ഉണ്ണി അറിഞ്ഞ പിന്നെ ഇങ്ങോട്ട് കേറ്റൂല. എന്നെ ഒരു കാലിനും കൊണ്ടുപോകുന്നില്ല. ദേവി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്?
എനിക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ വയ്യ. സുഖമില്ലാത്ത മനുഷ്യനല്ലേ. ഞാൻ അങ്ങോട്ട് വരിക. മോനും മടിശീലയൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ. അമ്മാവിക്ക് അങ്ങോട്ട് വരരുതോ? അതെങ്ങനെയാ? അവൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വരുന്നുണ്ട് പിഴയാളി. മനുഷ്യരെ തീയതിയിട്ടിക്കാണിവൻ. ആ പാറു അപ്പച്ചിയപ്പോ വന്നു. വന്നതേ ഉള്ളൂ മോനെ. ഞാൻ അപ്പച്ചി ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എത്രയും വേഗം പാറുവിന് എനിക്ക് കല്യാണം കഴിച്ചു തരണം. ചേട്ടനോട് പറയാം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് സ്ത്രീധനം വേണ്ട, സ്വർണം വേണ്ട. വിവാഹത്തിലെ മുഴുവൻ ഞാൻ ഉണ്ടായിക്കോളും. പാറു, നിനക്ക് നിന്റെ അമ്മാവനോ ഞാനോ ആരാണ് വലുതെന്ന് നീ തന്നെ തീരുമാനിക്കും. ചേട്ടൻ വന്നിട്ട് ഏറെ നേരമായോ? വന്നതേ ഉള്ളൂ. കാപ്പി കൊണ്ടുവരട്ടെ? ശ്രീധരൻ കാപ്പി ഇട്ടു തന്നു. ശ്രീദേവിയെ കാണാനായി ഞങ്ങളൊന്ന് പോയി. അമ്മാവിന്റെ സുഖവിവരങ്ങളെല്ലാം ചോദിച്ചു. സന്തോഷം. പാർവതിയെ ഉടനെ വിവാഹം കഴിക്കണമെന്ന് ഉണ്ണി പറഞ്ഞു. എനിക്ക് സമ്മതമല്ല. ചേട്ടന് സമ്മതമല്ലെങ്കിൽ എനിക്കും സമ്മതമല്ല. നിനക്കോ? തുറന്നു പറയൂ, ഉണ്ണിയെ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമാണോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ അവന്റെ ഈ തീരുമാനം? ഉണ്ണീട്ടന് എന്നെ ഇഷ്ടമാണ്. നല്ല ഉറപ്പാണോ? ശരി. പക്ഷേ എന്റെ സമ്മതത്തോടെ അല്ല ഈ വിവാഹം നടക്കുന്നതെന്ന് അവനോട് പറഞ്ഞേക്ക്. ഒരു കാര്യം, അവൻ പിന്നിലാവാണ്. സന്ധ്യയ്ക്ക് കുറെ ഇരുട്ടിയ ശേഷം ഉദിക്കുന്ന നിലാവ്. ആ ഇരുട്ടിൽ വിഷപ്പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങും. അതുകൊണ്ട് പിന്നിലാവിൽ സൂക്ഷിച്ചു വേണം നടക്കാൻ. മനസ്സിലായോ? മനസ്സിലായി. സരസ്വതി, നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അയ്യോ ചേട്ടാ, അമ്മാവൻ എങ്ങനെ പറയരുത്. അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ പോവില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മാവനത് പറയുന്നത്. എന്റെ കാര്യം നോക്കാൻ ശ്രീധരൻ മതി. നിങ്ങൾ ഇന്ന് തന്നെ പോണം. പാറു, നിന്നെ അപ്പച്ചിയെ നിന്റെ അമ്മാവൻ ഇറക്കി വിട്ടതാണോ? അല്ല. രണ്ടായാലും നല്ലത്. ആ ക്ഷണക്കത്തൊക്കെ അടിച്ചു കിട്ടി. നിനക്ക് ആരെങ്കിലും ക്ഷണിക്കണേ ക്ഷണിച്ചോ. ഉണ്ണി, എന്റെ ഒരു അപേക്ഷയാണ്. അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. സാധ്യമല്ല. ഞങ്ങളുടെ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടക്കും. ഡോക്ടർ ഗോപി ആവശ്യത്തിനുള്ള മുഴുവൻ രൂപയും തന്നിട്ടുണ്ട്. ആ പിന്നെ വിവാഹം ടാഗോർ ഹാളിൽ വെച്ചായിരിക്കും. അപ്പച്ചിക്കും പാറുവിനും കാർ വരും. പാർവതിയാണ്. ലൈറ്റ് ഇട്ടോളൂ. നാളെ രാവിലെ 10 മണിക്കാണല്ലേ വിവാഹം? അതെ. ശ്രീധരനും ക്ഷണക്കത്ത് വന്നു. എനിക്കില്ല. ആ കത്തിഞ്ഞെടുക്കും. നീ അതൊന്ന് വായിക്ക. ഞാനും ശ്രീവിലാസത്ത് പരേതനായ രാഘവമേനന്റെയും സരസ്വതി അമ്മയുടെയും മകൾ പാർവതിയും തമ്മിലുള്ള വിവാഹം മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് ടാഗോർ ഹാളിൽ വെച്ച് നടക്കുകയാണ്. താങ്കൾ സകുടുംബം പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഡോക്ടർ ഗോവിന്ദൻ ഉണ്ണി, MBBS. പരേതന്റെ കോളത്തിലും എനിക്ക് സ്ഥാനമില്ല. മോള് ദുഃഖിക്കണ്ട. അമ്മാവൻ സന്തോഷമാണ്, നിറഞ്ഞ സന്തോഷം. അമ്മാവൻ ജയിച്ചു. എന്റെ മോൻ നല്ലവനായി.
എഴുന്നേൽക്കുമോളെ. നന്നായി വരുമോളെ. നേരെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ? അല്ല. പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും അച്ഛനെ ചെന്ന് കാണും. ഇല്ല ഡോക്ടർ, എന്നെ നിർബന്ധിക്കരുത്. അച്ഛൻ, എനിക്ക് അച്ഛനില്ല. ഉണ്ട്, ഉണ്ണിക്ക് അച്ഛനുണ്ട്. അച്ഛനേ ഉള്ളൂ. ഉണ്ണിയെ അദ്ദേഹം അറിഞ്ഞ് ചികിത്സിച്ചു. പക്ഷേ ഉണ്ണി അദ്ദേഹത്തെ തീരെ അറിഞ്ഞില്ല. ഉണ്ണിക്ക് അറിയണോ, ഉണ്ണിക്ക് ഞാൻ ജോലി തന്നതും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതും അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ്. വിവാഹ ചെലവുകൾക്ക് ഞാൻ തന്ന പണം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതാണ്. ഉണ്ണി പാർവതി വിവാഹം കഴിച്ചതിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഉണ്ണിയുടെ അച്ഛനാണ്. ഡോക്ടർ, എന്നെ വിശ്വസിക്കൂ ഉണ്ണി, വിശ്വസിക്കൂ. ഇത്രയും നാളിൽ മറച്ചു വെക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് അങ്ങനെ ചെയ്തത്. ഹി വാസ് റൈറ്റ്. എല്ലാം നല്ലതിനായിരുന്നു. വരൂ, നമുക്ക് അച്ഛനടുത്ത് പോവാം. സാർ, എഞ്ചിനീയർ പണിക്കർ സാർ അകത്തിരിക്കുന്നു. അമ്മാവ, എനിക്ക് മാപ്പ് തരൂ അച്ഛാ. അമ്മാവ, അച്ഛാ, അച്ഛാ, അമ്മാവ, അച്ഛാ. എന്റെ ദൈവമേ! ഞാൻ എന്റെ അച്ഛനെ കൊന്നു. അച്ഛന്റെ ഓമന മകൻ അച്ഛനെ കൊന്നു വെച്ച. ഉണ്ണി, യു ആർ എ ഡോക്ടർ. ഡോണ്ട് ബി സില്ലി. സ്വയം അച്ഛനാകുന്നത് വരെ സ്വന്തം അച്ഛനെ മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. അച്ഛൻ മകൻ തോൽക്കാതെ അച്ഛന്റെ മകനായി ജീവിക്കാൻ ഒരു ജന്മം മുഴുവൻ മുന്നിൽ കിടക്കുന്നു.